പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ട്രെയിനേഴ്സ് ട്രാക്ക് എന്ന് പറയുന്ന പരിപാടിയുടെ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മീറ്റിംഗ് സെഷനിലാണ് നമ്മൾ എല്ലാവരും. എൻ്റെ പേര് CG മധു കാവുങ്കൽ എന്നാണ്. ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി പഞ്ചായത്തിൽ കാവുങ്കൽ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് താമസം. ഞാൻ കേരള സ്റ്റേറ്റ് സർവീസിൽ നിന്നും റിട്ടയർ ആയ ഒരു പെൻഷനറാണ്. ശരിക്കും ഇവിടെ ഈ സെഷനിൽ പങ്കെടുക്കുന്നവർ ട്രെയിനിങ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ട്രെയിനിങ് എന്ന് പറയുന്ന കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ ട്രെയിനർമാരാണ് ഇതിൽ പങ്കെടുക്കുക. അവരാണ് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്വാഗതം പറയുക അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ചെയ്യുക എന്നതിന് അപ്പുറം രണ്ട് കാര്യങ്ങൾ എനിക്ക് പ്രധാനമായും പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കിടക്കും. അതായത് ഒരു ട്രെയിനിങ്ങിൻ്റെ സാധ്യത എന്ത്, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിൻ്റെ അനിവാര്യത എന്ത്, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയത്. ഒരു ട്രെയിനിങ് എന്ന് പറയുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം നമ്മുടെ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള ജനസംഖ്യ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ജോലി ചെയ്യുന്നവർ, കച്ചവടക്കാർ, കുടുംബാംഗങ്ങൾ, അങ്ങനെ ഒരുപാട് മേഖലയിലുള്ളവർക്ക് അറിവ് പകർന്നു കൊടുത്താൽ പോരാ, ശരിയായ ദിശയിലൂടെ അവരെ നയിക്കുവാൻ പറ്റുന്ന ഒരു ട്രെയിൻ ആവുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധ്യതയുള്ള കാലം. കാരണം തലമുറയെ നേരാൻ വഴിക്ക് നടത്തുന്ന ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടിയുള്ള ഒരു സോഷ്യൽ വർക്ക് കൂടിയാണ് ഒരു ട്രെയിനർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഇതിനെന്തിനാ ട്രെയിനിങ്ങിന്റെ ആവശ്യം, പറഞ്ഞു കൊടുത്താൽ പോരെ എന്ന് തോന്നും. അപ്പൊ എൻ്റെ ഒരു അനുഭവം, ഞാൻ ഒരുപാട് യോഗങ്ങളിൽ പ്രസംഗിക്കാനൊക്കെ പോകുന്നതാണ്. പക്ഷേ പലപ്പോഴും എനിക്ക് പറ്റിയിട്ടുള്ളത്, ഞാൻ ഉദ്ദേശിച്ച് പ്രിപ്പയർ ചെയ്തു പോകുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി എനിക്ക് പറയാൻ പറ്റാതെ. കാരണം എന്ത് വെച്ചാൽ, ഒരടുക്കും ചിട്ടയും ഇല്ലാതെ, ടൈം മാനേജ്മെന്റ് ഇല്ലാതെ, മൊഡ്യൂൾസ് ഇല്ലാതെ ചുമ്മാ കാട് കയറി പറഞ്ഞു. അപ്പോൾ ഇതൊരു കലയാണ്. നമുക്കറിയാം, നമുക്ക് ഒരുപാട് അറിവുകളുണ്ട്. നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും വായിച്ചും വിദ്യാലയങ്ങളുടെ ലഭിച്ചു ഒരുപാട് അറിവുകളുണ്ട്. ഈ അറിവുകൾ അനുവാചകന് ഹൃദ്യമായ രീതിയിൽ അവന് ഹൃദയത്തിൽ ഉറയ്ക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക ഒരു കലയാണ്. അതിനൊരു ട്രെയിനിങ്, ഒരു ഗുരു ആവശ്യം. അപ്പൊ ഞാനിപ്പോ അതിന്റെ 12ാമത് ബാച്ചിലാണ്. ട്രെയിൻ ദ ട്രെയിനർ എന്ന് പറയുന്ന ബാച്ചിലെ 12ാമത് ബാച്ചിലെ സ്റ്റുഡൻറ്. കുറെ ക്ലാസ്, ഫൈസൽ സാറിന്റെ കുറെ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരുപാട് തെറ്റായ ധാരണകൾ മാറി. വെറുതെ പോയി സംസാരിക്കാമെന്നുള്ള ഒരു കോൺഫിഡൻസ് അത് നല്ലതാണെങ്കിൽ പോലും മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് ഫലപ്രദമാണ്. ശാസ്ത്രീയമായി പറയാൻ കഴിയുക, കലാപരമായി അവതരിപ്പിക്കാൻ കഴിയുക, അതിന് ആവശ്യമുള്ളതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചേർത്തുകൊണ്ട് പറയാൻ കഴിയുക എന്ന് പറയുന്ന വലിയൊരു കാര്യം. അതിനൊരു ട്രെയിനിങ് ആവശ്യമാണ്. അപ്പൊ ഈ ട്രെയിനിങ് 10 ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വലിയൊരു വിശ്വാസമായി, ഇതെങ്ങനെ ഭംഗിയായിട്ട് പറയാമെന്ന് പഠിച്ചത് അങ്ങനെ. അപ്പൊ ഇവിടെ നമ്മൾ അതുപോലെ ട്രെയിനിങ് കഴിഞ്ഞവർ, ഇവിടെ ആ ട്രെയിനിങ് നന്നായി പൂർത്തിയാക്കിയവരാണ് ഇവിടെ വിഷയം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റൽ സൈക്കോളജി എന്നതാണ് ഇന്നത്തെ വിഷയം. ഈ വിഷയം അവതരിപ്പിക്കുന്നത് ഏറ്റവും യോഗ്യനായ ഒരു ട്രെയിനറാണ്. അദ്ദേഹം ഇതിൽ വളരെ ക്വാളിഫൈഡ് ആണ്. നൈസാവ് എന്ന് പറയുന്ന ഒരു സുഹൃത്താണ്. അദ്ദേഹം MSc കഴിഞ്ഞ MA സൈക്കോളജി പാസ്സായ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ ട്രെയിനർമാരും എല്ലാവരും ക്വാളിഫൈഡ് ആണ്, കഴിവുള്ളവരാണ്. ഇനി ഒരു ട്രെയിനർ എന്ന രീതിയിൽ ഒരുപാട് വിജയിക്കാൻ സാധ്യതയുള്ളവരാണ്, കപ്പാസിറ്റി ഉള്ളവരാണ്. അവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മാസ്റ്റർ ട്രെയിനർ നമ്മുടെ ഫൈസൽ സാറിനെ കുറിച്ച് 2 വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇൻഡിവിജ്വലായി നമ്മളെ പരിഗണിക്കുകയും ഓരോ വ്യക്തിയെയും വലിപ്പച്ചെറുപ്പം നോക്കാതെ മാന്യമായ ബഹുമാനം തരികയും ചെയ്യുന്ന നല്ലൊരു മാസ്റ്റർ. കാരണം അദ്ദേഹത്തിന്റെ 10 ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഓൺലൈൻ ക്ലാസ് ആയിട്ടല്ല, എനിക്ക് ആ 1.5 മണിക്കൂർ അല്ല 1.25 മണിക്കൂർ പോകുന്നതേ അറിയില്ല. ഒരു മെഡിറ്റേഷൻ കൂടി എനിക്ക് ക്ലാസ് എനിക്ക് തോന്നുന്നു. മനസ്സിന് നല്ല സുഖമാണ്, ശാന്തമാണ് ക്ലാസ്. എന്തായാലും സാറിന് മൈക്ക് കൈമാറിക്കൊണ്ട് ഈ പരിപാടിയിലെ എൻ്റെ സ്വാഗതം എന്ന് പറയുന്ന ആ കർത്തവ്യം നിർവഹിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു മധു സാർ. വളരെയധികം സന്തോഷം. ട്രെയിനേഴ്സ് ടോക്കില് ആ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് സാറ് ഇത്രയും നേരം സമയം ചെലവഴിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. മധു സാറിനെ കുറിച്ച് അങ്ങോട്ട് പറയുകയാണെങ്കിൽ, സാറ് ഒരു വേൾഡ് റെക്കോർഡ് കൂടി കരസ്ഥമാക്കിയിട്ടുള്ള ഒരാളാണ്. 365 ദിവസം തുടരെ കവിത എഴുതി വേൾഡ് റെക്കോർഡിലേക്ക് കടന്ന ഒരു
ഒരു പ്രതിഭ കൂടിയാണ്. അതേപോലെ തന്നെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുള്ള ഒരാൾ കൂടിയാണ് മധു സാറ്. മധു സാറ് നമ്മുടെ ആ ഒരു ബാച്ചിൽ ഉണ്ടായത് തന്നെ നമുക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷമാണ്, അഭിമാനമാണ്. സോ താങ്ക് യു സാർ. ഈ ഒരു സമയം സ്പെൻഡ് ചെയ്തതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. ഓക്കെ, സോ നമ്മുടെ ട്രെയിനേഴ്സ് ടോക്കിന്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോ ഡെവലപ്മെന്റൽ സൈക്കോളജി എന്നുള്ള ചൈൽഡ്ഹുഡിൽ കുട്ടികളുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് ഇന്ന് നമ്മുടെ സൈക്കോളജിസ്റ്റും ട്രെയിനറും ആയിട്ടുള്ള അതേപോലെ തന്നെ എൻ്റെ സുഹൃത്തു കൂടിയാണ് നിസാവ് ആണ് ഇന്നത്തെ ഒരു സെഷൻ നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ഈ ഒരു സെഷൻ നിയന്ത്രിക്കുന്നതിന്, ഈ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർദ്രമായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. നിസാവ്, പ്ലീസ്. യെസ്, താങ്ക് യു മധു സാർ, താങ്ക് യു ഫൈസൽ സാർ. ഞാനൊരു തുടക്കം തന്നെ നമ്മളെ ഫൈസൽ സാറുമായിട്ടുള്ളൊരു ജേണിയെ കുറിച്ച് പറയാം. ഞങ്ങൾ MSc ആൻഡ് MA സൈക്കോളജി ഒരുമിച്ച് കഴിഞ്ഞ് ഇറങ്ങിയവരാണ്. ഒരേ ബാച്ചിലിരുന്ന് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരെന്ന് പറഞ്ഞ പോലെ ഒരേ ഓൺലൈൻ ക്ലാസ്സുകളിരുന്ന് പഠിച്ച് മുന്നേറിയവരാ. പക്ഷേ ആ സമയത്ത് തന്നെ ഫൈസൽ സാർ സോഫ്റ്റ് സ്കില്ല് പ്രോഗ്രാമുകളായി ട്രെയിനിങ് ആയിട്ട് ഒരുപാട് രംഗത്ത് നിൽക്കുന്ന സമയത്തായിരുന്നു ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പും ഒരുമിച്ചുള്ള പഠനമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് എനിക്ക് അതിലേക്ക് ഇറങ്ങി പുറപ്പെടാനൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ വർഷങ്ങൾ കുറേ കാലത്തിന് ശേഷവും എൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായി. എനിക്ക് ഈ രംഗത്തേക്ക് വരണം എന്നൊരു ആഗ്രഹം എനിക്ക് ഫൈസേഴ്സ് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ട്രെയിനിൻ്റെ ബാച്ചിലേക്ക്, രണ്ടാമത്തെ ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ആ സമയത്ത് ഒരുപാട് ക്ലാസ്സുകൾ എനിക്ക് കിട്ടി. ഞാൻ എൻ്റെ ജോലി തിരക്കുമായിട്ട് പ്രാക്ടിക്കലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷേ ഓൺലൈനിലായിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ രണ്ട് കാര്യമാണ് ഈ ഫൈസൽ സാറിനൊന്ന് മനസ്സിലാക്കിയത്. നമ്മുടെ കയ്യിലുള്ള സാധനം മറ്റുള്ളവർക്ക് എങ്ങനെ ഡെലിവറി ചെയ്യാം, അതായത് നമ്മളെ നോളജ് എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് അവസരങ്ങൾ തേടി ആരും നമ്മളടുത്ത് വരില്ല. നമ്മുടെ അവസരങ്ങൾ നമ്മൾ അന്വേഷിച്ച് നമ്മൾ തന്നെ പോകണം. അതായിരുന്നു രണ്ട് കാര്യം എനിക്ക് മനസ്സിലായത് ഈ വിംബിൾഡൺ എന്ന അക്കാദമിയുമായിട്ട് എനിക്ക് ഉണ്ടായിരുന്ന ഒരു കണക്ഷൻ. ഏതായാലും ഈ വിംബിൾ എന്ന അക്കാദമിയുടെ 28ാമത്തെ ഒരു സെഷന് പങ്കെടുക്കാൻ പറ്റിയതിലും മധുസാർ എന്ന വേൾഡ് റെക്കോർഡർ എന്ന ഒരാളുടെ കൂടെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ വളരെ മനോഹരമായി കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതുപോലെ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് നമുക്ക് തുടങ്ങാം. ഏതായാലും ഇന്നത്തെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്മെന്റ് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ അല്ലെ നമ്മുടെ ലൈഫിൽ നമുക്ക് വളരെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും, അല്ലെങ്കിൽ അതുപോലെ തന്നെ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഞാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. സാധാരണ രക്ഷിതാക്കളൊന്നും തീരെ ശ്രദ്ധിക്കാറില്ല പല കാര്യങ്ങൾ. കുട്ടികളെ ചെറുപ്പത്തിലുള്ള വളർച്ചയിലുള്ള പല ഘട്ടങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതേപോലെ തന്നെ പിന്നെ ഉദാഹരണമൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എൻ്റെയൊക്കെ അടുത്ത് റെമഡിയേഷൻ വരുമ്പോൾ കുട്ടികളെ ചോദിക്കും, അല്ലെ പാരന്റിനോട് നമ്മൾ ചോദിക്കും, കുട്ടി കറക്റ്റ് സമയത്താണ് സംസാരിച്ചത്, അല്ലെങ്കിൽ കുട്ടി കറക്റ്റ് സമയത്താണ് നടന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയാം എന്താ, ചില പാരന്റ് പറയും 50% പാരന്റ് പറയും അത് സാധാ കുട്ടികൾ നടക്കുമ്പോൾ. പക്ഷേ വേറൊരു പാർട്ട് 50% പാരന്റ് പറയും എന്താ, അവൻ്റെ അച്ഛനും വളരെ വൈകിയാണ് സംസാരിച്ചത്, അല്ലെങ്കിൽ അവൻ്റെ അച്ഛനും വളരെ വൈകിട്ടാണ് നടന്നത്. ഇത് രണ്ടും നമുക്ക് പറയാൻ പറ്റാത്തൊരു ഒരു റീപ്ലേ ആണ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം. ഇത് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല ഒരു ഡോക്ടറെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ കുട്ടിയായിട്ട് ഏത് കൗൺസിലർ അടുത്ത് പോവുകയാണെങ്കിൽ പോലും. ആ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കുട്ടികളുടെ ജനനം മുതൽ ഈ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ നമുക്കറിയാം ഒരു കുട്ടി ആദ്യത്തെ ഒരു കുട്ടിയാകുമ്പോൾ നമുക്കൊരു സ്റ്റേജ് തുടങ്ങാൻ, ന്യൂ ബോൺ പീരീഡ് എന്ന് തുടങ്ങാൻ ഏതൊരു പാരന്റുമാർക്ക് നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടി ജനിക്കണം എന്നുള്ള ആഗ്രഹമായിരിക്കും. പക്ഷെ അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പക്ഷെ നമുക്ക് ജനനത്തിന് ശേഷം അല്ലെ ഒരു ന്യൂ ബോൺ വന്നതിന് ശേഷം നമ്മുടെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സംസാരിച്ച് പോകാം. പക്ഷെ അതിനു മുമ്പ് സിനാറ്റൽ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതായത് ജനനത്തിന് മുമ്പ് ചില ഡെവലപ്മെന്റ് സംഭവിക്കാറുണ്ട്. അത് നമുക്ക് ഒന്ന് പറഞ്ഞിട്ട് പോകാം. കാരണം അത് പറഞ്ഞാൽ നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഓക്കെ. അതായത് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മാതാവ് ഒരു ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 4 ആഴ്ചകളിൽ കുട്ടിയുടെ ചില, അതായത് ബർത്തുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ 4 ആഴ്ചകളിലാണ് നടക്കാറ്. ആ 4 ആഴ്ചകളിൽ കുട്ടിക്ക് തല അല്ലെങ്കിൽ നെഞ്ച് അല്ലെങ്കിൽ ചെസ്റ്റ്, അടിവയറിന്റെ വളർച്ച ഇതൊക്കെ സംഭവിക്കുന്ന ഒരു ഘട്ടമാണ് ആദ്യത്തെ 4 ആഴ്ചകൾ. അത് കഴിഞ്ഞിട്ട് 8ാമത്തെ വീക്കിൽ വരുമ്പോൾ കുട്ടിക്ക് 1.5 ഇഞ്ച് വലിപ്പം വെക്കും. അതുപോലെ കുട്ടീൻ്റെ കൺപോള ചെറിയതായിട്ട് വികസിക്കാൻ കഴിയും. അതുപോലെ മൂക്കിന്റെ ചില ഭാഗങ്ങൾ വളരാൻ, അതുപോലെ നമ്മുടെ വിരലിന്റെ ഈ നഖത്തിന്റെ വളർച്ചയൊക്കെ പിന്നെ വികസിക്കുന്ന ഒരു സമയമാണ് 8ാമത്തെ ആഴ്ച. അത് കഴിഞ്ഞിട്ട് 12ാമത്തെ ആഴ്ചയിലേക്ക് പോകുമ്പോൾ കുട്ടിക്ക് 2 ഇഞ്ച് വലിപ്പം വെക്കും. അതായത് കുട്ടി ഏകദേശം ഒരു 1/2 kg എന്ന ആ റേഞ്ചിലേക്ക് എത്തുന്ന ഒരു സമയത്താണ്. അതേപോലെ ആ സമയത്താണ് കുട്ടിയുടെ ലൈംഗിക പിന്നെ അവയവങ്ങൾ വളർച്ചയെത്തുന്ന ഒരു സമയം കൂടിയാണ് 12ാമത്തെ ആഴ്ച. അത് കഴിഞ്ഞ് 16ഉം 20ഉം ആഴ്ചയിലേക്ക് വരുമ്പോൾ കുട്ടി കണ്ണുകൾ തുറന്ന് അടയ്ക്കുകയൊക്കെ ചെയ്യും. സാധാരണ അതിൻ്റെ തുടക്കത്തിൽ കണ്ണിങ്ങനെ വളർച്ചയിൽ എത്തിയെങ്കിൽ പോലും അത് തുറന്ന് അടയ്ക്കാൻ കഴിയില്ല. പക്ഷെ ഈ അവസ്ഥയിൽ 20ാമത്തെ ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ കുട്ടി കറക്റ്റ് കണ്ണ് തുറക്കുകയോ അടയ്ക്കുകയോ ഒരു പൂർണ്ണാവസ്ഥയിലെത്തുന്ന ഒരു സ്റ്റേജാണിത്. അത് കഴിഞ്ഞിട്ട് കുട്ടി ഈ സമയത്താണ് 20ാമത്തെ ആഴ്ച കഴിഞ്ഞ് ഏകദേശം 7 മാസം 8 മാസത്തിനോടാകുമ്പോൾ കുട്ടി ചെറുതായിട്ട് ചലനം വെച്ച് തുടങ്ങും. ഈ ചലനം വെക്കുന്ന ചില സാധാരണ സ്ത്രീകൾ പറയാറുണ്ട്, അയ്യോ അനങ്ങുന്നുണ്ട്, പിന്നെ കുട്ടി അനങ്ങൽ തുടങ്ങിയിട്ടുണ്ട്. ഈ അനക്കം സംഭവിച്ച് ഒരു ദിവസം അനങ്ങി 3ാം ദിവസം അനങ്ങിയിട്ടില്ല, പേടിക്കേണ്ടതില്ല. ചില സമയത്ത് മാതാവിൻ്റെ ആ ഇമോഷണലും മാതാവിൻ്റെ ഈ ഫീലിംഗും അനുസരിച്ച് ഈ കുട്ടിക്ക് അനക്കം ഇല്ലാതിരിക്കുക. കൂടുതലായിട്ട് അനക്കമില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് തന്നെ പോയി കാണിക്കുക തന്നെ വേണം. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്താണ് 8ാം മാസത്തിലാണ് കുട്ടി ചെറുതായിട്ട് അനങ്ങി തുടങ്ങുക. പിന്നെ ഈ സമയത്താണ് ഈ 24-28 ആഴ്ചകൾക്കുള്ളിൽ ഈ അമ്മക്ക് ഏകദേശം നമ്മുടെ ഈ ഡെലിവറിൻ്റെ സമയമായിരിക്കും. അതായത് 24-28 ആഴ്ചകൾക്കുള്ളിൽ ഈ കുട്ടിക്ക് പൂർണ്ണാവസ്ഥയിലെത്തും. അതായത് മിനിമം കിലോ എന്ന് പറയുന്നത് 2.5 കിലോ, 2.5 വെയിറ്റേജ് ആണ് കുട്ടിക്ക് സാധാരണ നോർമൽ ഡെലിവറിക്ക് വേണ്ടത്. അത് പൂർണ്ണാവസ്ഥയിൽ എത്തുന്ന ഒരു സമയം കൂടിയാണിത്. ഈ അവസ്ഥയാണ് എന്താണ് ആ സമയത്ത് മാതാവിനുള്ള ഇമോഷണൽ അവസ്ഥകൾ, അതായിരിക്കും കുട്ടി ജനന സമയത്തും കുട്ടിക്ക് അതിൻ്റെ ബ്രെയിനുമായിട്ട് ബാധിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് അവസാനം 9ാം മാസം ആകുമ്പോൾ പ്രത്യേകിച്ച് മാതാവിനെ കൂടുതലായി ശ്രദ്ധിക്കുക. അവരോട് പിന്നെ അവരെ കൂടുതൽ വിഷമിക്കുന്ന കാര്യങ്ങൾ അവരോട് പറയാൻ പാടില്ല. അവരെ എപ്പോഴും ഹാപ്പിയായി നിർത്തണം. കാരണം എന്താ, അത് നോർമൽ ഡെലിവറിയിലേക്കും അത് കഴിഞ്ഞ് കുട്ടിയെ ഒരു നല്ലൊരു ഹാപ്പിനെസ് മൂഡിലേക്കും എത്താൻ കഴിയുന്ന ഒരു സ്റ്റേജ് കൂടിയാണ് ലാസ്റ്റ് ഘട്ടം. കൂടി കുട്ടി ജനിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുട്ടി ജനിച്ചതിന് ശേഷം, കാരണം ഞാൻ ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ പോലും ഞാനൊരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഓരോ സ്റ്റേജും ഓരോ സ്റ്റേജ് നമുക്ക് പിന്നെ 1 മാസം മുതൽ 1 വയസ്സ് വരെ ഉള്ള ഒരു കാലഘട്ടം നമുക്ക് പറഞ്ഞുവിടാം. കാരണം എന്താ പറയുക, ഒരു കുട്ടിയുടെ ഏറ്റവും കൂടുതൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ആദ്യത്തെ 1 മാസം മുതൽ ഏജ് 1 വയസ്സ് വരെ. കാരണം ആ സമയത്താണ് കുട്ടിയുടെ ബ്രെയിന്, അതുപോലെ സോഷ്യൽ ഇൻറ്ററാക്ഷൻ, ഇമോഷൻ, അതുപോലെ കുട്ടിക്ക് എന്തൊക്കെയുണ്ടോ ശരീരത്തിൽ എന്തൊക്കെയാണോ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് ആ സമയത്തെല്ലാം ഈ സമയത്ത് നടക്കും. അതുകൊണ്ട് ഈ ആദ്യത്തെ 1 മാസം മുതൽ 1 വർഷം വരെ കുട്ടിയെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് അതിൽ സംഭവിക്കുന്നത് നോക്കാം. അത് 4 സ്റ്റേജായിട്ടാണ് പറയുന്നത്. പക്ഷെ സാധാരണ സൈക്കോളജിയിൽ ഒരുപാട് തിയറികൾ പറയുന്നുണ്ട്. ഫ്രോയിഡ്, എറിക്സൺ എന്നിവർ ഒരുപാട് തിയറികൾ, അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ 4 സ്റ്റേജായിട്ട്. 1ാമത്തെ സ്റ്റേജാണ് എന്താണ്, ഗ്രോസ് മോട്ടോർ. 2ാമത്തെ സ്റ്റേജ് പിന്നെ ഫൈൻ മോട്ടോർ. 3ാമത്തെ പേഴ്സണൽ, സോഷ്യൽ ആൻഡ് 4ാമത്തെ ലാംഗ്വേജ്. ഈ 4 സ്റ്റേജാണ് ഒരു കുട്ടി കടന്നു പോകുന്നത്. ഈ ഓരോ സ്റ്റേജിലും നമുക്ക് ഒരുപാട് ഡെവലപ്മെന്റുകൾ സംഭവിക്കുന്നുണ്ട്. എന്താണ് നോക്കാം. കാരണം ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റിൽ എന്താണ് കുട്ടിക്ക് സംഭവിക്കുന്നത്, കുട്ടിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം.
അതായത് ഈ ഗ്രോസ് മോട്ടർ എന്ന് പറയുന്നത് കുട്ടിയുടെ ബ്രെയിൻ, അതായത് നമുക്ക് 2 ബ്രെയിൻ ഉണ്ടല്ലോ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിൻ. അതിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങളും അങ്ങോട്ടും ഗ്രോസ് മോട്ടോഴ്സിന്റെ ഒരുപാട് മോട്ടോർ സ്കില്ലുകളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ആ സമയം. ആ സമയത്ത് അതായത് ഈ സമയത്താണ് കുട്ടിയുടെ കഴുത്ത് തുറക്കുന്ന സമയമാണ്. ആദ്യത്തെ ഒരു 3 മാസം കഴിഞ്ഞാൽ കുട്ടിയെ കഴുത്ത് തുറക്കും. അതോണം പിന്നെ നമ്മൾ ഈ 3 മാസം കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ കുട്ടികൾ നേരം വൈകും. ഒരു 5-6 മാസമൊക്കെ ആകുമ്പോൾ കുട്ടികൾ നമ്മൾ തോളിലിടാറില്ലേ, ആ സമയത്ത് കുട്ടി ഇങ്ങനെ സ്വന്തമായി തല ഇങ്ങോട്ട് ബാക്കോട്ടൊക്കെ ഇങ്ങനെ സ്വന്തമായിട്ട് ആക്കാൻ ശ്രമിക്കും. പക്ഷെ ആക്കിയില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ അത് കൂടുതൽ വൈകുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു എവിടെയാണ് പീഡിയാട്രിഷ്യൻ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഡോക്ടറെ ചെന്ന് കാണിക്കണം. ഈ സമയത്താണ് പിന്നെ ഈ 5 to 7 മാസം ചില കുട്ടികൾ കമിഴ്ന്ന് കിടക്കാൻ തുടങ്ങും. ചില കുട്ടികൾ നേരത്തെ ഒരു 4-5 മാസം തന്നെ കൊണ്ട് ഈ കാരണം ഡെലിവറി സമയത്ത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ചിലപ്പോൾ കമിഴ്ന്ന് കിടക്കും. സാധാരണയായിട്ട് നമ്മുടെ ഈ മെഡിക്കൽ കണ്ടീഷനിൽ പറയുന്നത് 5 to 7 ഈ മാസത്തിലെ കുട്ടി കമിഴ്ന്ന് കിടക്കാൻ തുടങ്ങും. പിന്നെ അതുപോലെ ചില നമ്മുടെ സപ്പോർട്ടോട് കൂടി ചെറുതായിട്ട് ഇരിക്കാൻ തുടങ്ങും. പിന്നെ ഈ കമിഴ്ന്ന് കിടന്നിടത്ത് നിന്ന് ഇങ്ങനെ കമിഴ്ന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് മറിയുക, ഇതൊക്കെയാണ് 7-ാം മാസം 8-ാം മാസം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ഈ 10-ാം മാസത്തിലേക്ക് അടുക്കുമ്പോൾ കുട്ടി ഒന്ന് ചെറുതായിട്ട് പിടിച്ചിരിക്കാൻ ശ്രമിക്കും. കാരണം നമ്മൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, കൂടുതലായിട്ട് മാതാപിതാക്കളുടെ സപ്പോർട്ടും വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിയെ പെട്ടെന്ന് തന്നെ ആ മോട്ടോർ സ്കില്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ നിർബന്ധമായി നമ്മൾ ചെയ്യണം. ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ കുട്ടി അതിന്റെ പൂർണ്ണത വളർച്ചയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ അടുത്തത് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ 8-9 മാസങ്ങൾ കഴിഞ്ഞാൽ ചെറുതായിട്ട് നടത്താൻ തുടങ്ങുന്ന കുട്ടികൾക്ക് ചെറിയ നമ്മൾ വീട്ടിൽ സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ടാവും. ഒന്നാം വയസ്സിലേക്ക് എത്തുന്നതിന് ചെറുതായിട്ട് അവർ പിടിച്ച് നടക്കാൻ തുടങ്ങും സ്റ്റെയർ കേസ് ഒക്കെ. കാരണം അത് അവർക്ക് ഭയങ്കര എന്തോ ഒരു അത്ഭുതമായി തോന്നുകയും അതിലേക്ക് അവർ കൂടുതൽ എന്താണ് അവർക്കൊരു എനർജറ്റിക് എന്നുള്ള മൂഡിലേക്ക് അവർ പോകും. ഇതേ സമയത്ത് ഈ വേറൊരു നെഗറ്റീവ് വശം കൂടിയുണ്ട്. ഈ സമയത്ത് 7-8-9 വയസ്സുള്ള മാസമുള്ള സമയത്ത് കുട്ടിക്ക് പെട്ടെന്ന് എണീറ്റ് നടക്കും, വളരെ എനർജറ്റിക്കായി നടക്കും. 1 വയസ്സ് വരെ നടക്കുകയൊക്കെ ചെയ്തു. പക്ഷെ പെട്ടെന്ന് നമ്മൾ ആ കുട്ടി സൈലന്റ് ആയി പോയി കഴിഞ്ഞാൽ, അതേസമയം കുട്ടി ഈ പഴയ പോലെ എനർജികളൊന്നുമില്ല, കുട്ടിക്ക് എന്തോ ഒരു തല ഷൈ ആയി നടക്കുക, അങ്ങനത്തെ ഒക്കെ പ്രയാസങ്ങൾ കണ്ടാൽ അത് ഓട്ടിസത്തിന്റെ ചില ലക്ഷണങ്ങൾ, സാധ്യത മാത്രമാണ്, ഉറപ്പില്ല. അതെല്ലാ കുട്ടിക്കും വരുന്നില്ല. പക്ഷെ ഇത് നമ്മൾ കൂടുതൽ ദിവസം കുട്ടികൾക്ക്, അതായത് എനർജിക്കായി നടക്കുന്ന കുട്ടി പെട്ടെന്ന് ഒരു ദിവസം ഷൈ ആവുകയും മറ്റുള്ള പ്രയാസങ്ങളൊന്നും കാണുന്നില്ല, മറ്റുള്ളവരും ഒച്ചപ്പാടുകളും നടത്തുന്നില്ല, മറ്റാളുകൾ കണ്ട പോലെ നടിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടീനെ നമ്മൾ ചൈൽഡ് സൈക്കോളജിസ്റ്റിനെയോ അല്ല പീഡിയാട്രിഷ്യനോ കാണിക്കണം. അതൊരു പിന്നീട് ഓട്ടിസത്തിലേക്കോ മറ്റുള്ള ബ്രെയിനുമായിട്ടുള്ള പല ഇഷ്യൂസിലേക്കോ പോകും. അത് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്തത് ഫൈൻ മോട്ടോർ സ്കില്ലാണ്, രണ്ടാമത്തെ സ്റ്റേജ്. ഇതെന്ന് പറഞ്ഞത് ഇവരെ മസിൽസുമായിട്ടുള്ള ബന്ധപ്പെട്ട രണ്ടാമത്തേതാണ്. നമ്മൾ മസിൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ കയ്യോ കാലോ എന്തൊക്കെയോ ഒക്കെ ആയിട്ടുള്ള പല ആൾക്കാർ, സാധാരണ ചില കുട്ടികൾ നമ്മളെ വിരൽ പിടിച്ചിങ്ങനെ നടക്കാറില്ലേ, അതുപോലെ ആ വിരൽ ആ വിരലിൽ മാത്രമാണ് അവർ പവർ കൊടുക്കുന്നത് എങ്കിൽ പോലും, കാരണം ആ ഒരു വിരൽ മാത്രം അനങ്ങി കൊടുക്കും. കാരണം അതിന് ആരോഗ്യമുള്ളത് ഒരു വിരലിന് മാത്രം ആ കുട്ടിക്ക് നമ്മൾ ഇത് സാധാരണ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒരുപാട് ഡോക്ടേഴ്സിൽ നിന്ന് റെഫർ ചെയ്ത കാര്യമാണ്. കാരണം ഒരു കുട്ടി നമ്മൾ 7-8-9 മാസം ഒരു കുട്ടി നമ്മുടെ സപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ബാലൻസ് ഉണ്ടാവും, ഓക്കെ. പക്ഷെ ആ കുട്ടിയുടെ വിരലിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയുടെ ഒരു വിരൽ മാത്രമാണ് അവിടെ അനങ്ങുന്നത്, ബാക്കിയുള്ള 3ഉം അത് അനങ്ങുന്നില്ല. കാരണം അതിനുള്ള സ്കില്ല് ആ കുട്ടിക്ക് ആയിട്ടില്ല. ഈ 7-8 മാസം കൊണ്ടുമ്പോൾ ഓരോ വിരൽ പിടിക്കും, പിന്നെ 2 വിരൽ പിടിക്കും, പിന്നെ 3 വിരൽ പിടിക്കുന്ന അവസ്ഥയിലെത്തും. പക്ഷെ ഇതേ ഫൈൻ മോട്ടോഴ്സ് 4-5 മാസം ആകുമ്പോൾ നമ്മളൊരു സാധനങ്ങളൊക്കെ പോകുമ്പോൾ കുട്ടിക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ ഈ 5-6 മാസം കഴിയുമ്പോൾ കുട്ടി താനെ വന്ന് സ്വയം എടുക്കാനും പിടിക്കാനൊക്കെ തുടങ്ങുന്ന ഈ സമയത്ത് 7-8 മാസങ്ങളിൽ ഇതൊന്നും നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ചില കുട്ടിയൊക്കെ വളരെ നേരം 2-3 മാസം, ചിലപ്പോൾ 1.5 വയസ്സിലൊക്കെ ആയിരിക്കും സാധാരണ ഫൈൻ മോട്ടോഴ്സ് ഒക്കെ നടക്കുക. കൈകളുമായിട്ടുള്ള അനക്കം, അത് നടക്കാൻ ശ്രമിക്കുക, ഇരിക്കാൻ ശ്രമിക്കുക.
പല കുട്ടികളും കാണാറുണ്ട്. പക്ഷെ അത് 2 വയസ്സും കഴിയുകയാണെങ്കിൽ അത് നമുക്ക് കാര്യമായിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണിച്ച് അതിനുള്ള ചികിത്സ ട്രീറ്റ്മെന്റ് നേടേണ്ടി വരും. പിന്നെ അടുത്തതായിട്ട് ഈ കുട്ടികളെ ഈ പ്രയാസങ്ങൾ തന്നെ പറയുന്ന പലരും സംസാര വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ അടുത്ത് പലതും പറയാറുണ്ട്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടികൾ സംസാരിക്കാൻ വളരെ വൈകുന്നത് കൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയാറുണ്ട്, പിന്നെ അവൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, വളരെ നേരം, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ അങ്ങനെ ആയിരുന്നു, വളരെ നേരം വഴിയാണ് സംസാരിച്ചത്. പക്ഷെ എന്തുകൊണ്ടാണ് അത് ജനറ്റിക്കൽ ഇഷ്യൂ ആയി? കാരണം ആ സമയത്ത് അവൻ്റെ അച്ഛനും അമ്മയും അവർ സംസാരിച്ച ആരും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല. ജനറ്റിക് അതേപോലെ ഈ കുട്ടിക്ക് വന്നു. നിങ്ങളുടെ കുട്ടികൾ ശ്രദ്ധ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണം. കാരണം അത് ജനറ്റിക്കലായി വന്നിട്ടുള്ളതാണ്. പക്ഷെ സാധാരണയായി സാധാരണ കുട്ടികളെ പോലെ ചിലർ 1.5 വയസ്സ് 2 വയസ്സൊക്കെ ആവും സംസാരിച്ച് തുടങ്ങാനൊക്കെ. പക്ഷെ അതിൽ വലിയ വിഷയമായിട്ട് കാര്യമാക്കേണ്ടതുമില്ല. പക്ഷെ ഇങ്ങനെ 2 സാധ്യതകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അതുപോലെ ഈ 2 വയസ്സ്, ഈ 1.5 വയസ്സ് കഴിഞ്ഞ് 2 വയസ്സ് സമയത്ത് അവര് ഡ്രസ്സ് ഇടാനൊക്കെ തുടങ്ങും. ഡ്രസ്സ് ഇടാന്നല്ല, നമ്മൾ ചെയ്യുന്ന പോലെ അവർ ഡ്രസ്സ് സ്വയമായിട്ട് ഊരാനോ ഒക്കെ ശ്രമിക്കും. അതുപോലെ തന്നെ ഈ 3 വയസ്സ് സമയത്താണ് ഈ കുട്ടിക്ക് ഡ്രസ്സുമായിട്ട് സ്വയം ഡ്രസ്സ് ഇടും. പക്ഷെ അവർ ബട്ടൺസ് ഒന്നും കറക്റ്റ് ആയിട്ട് ഇടാൻ കഴിയില്ല. ഒരു പിന്നെ ആ പാറ്റേൺ ഉണ്ടാവില്ല. എന്നാലും അവർ കേൾക്കുന്നില്ല. ചില സമയത്ത് സ്റ്റക്ക് കേൾക്കുന്നുണ്ട്. ആവുന്നുണ്ട്. ചില സമയത്ത് സ്റ്റക്ക് ആണല്ലോ. ചില സമയത്തും ജസ്റ്റ് ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ട് ചില സമയത്ത് കേട്ടോ. നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആണോ? ഓക്കെ, കുഴപ്പമില്ല, സംസാരിച്ചോളൂ. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സുമായിട്ട് എടുക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ട് അവർ ഡ്രസ്സ് ഇടാനും കാര്യങ്ങളൊക്കെ പഠിക്കുക 3.5-4 വയസ്സുള്ള സമയത്താണ് കുട്ടികൾ പൂർണ്ണമായിട്ട് ഡ്രസ്സ് ഇടാൻ പഠിക്കുക. പക്ഷെ 3 വയസ്സ് സമയത്ത് നമ്മൾ സാധാരണ തിയറികളിൽ പറയുന്ന ടോയ്ലറ്റ് ട്രെയിനിങ് പറയുന്ന സമയമാണ് കുട്ടികൾക്ക്. ഈ 3-ാം വയസ്സിലെ കുട്ടികൾ പല സമയത്ത് പൂർണ്ണമായി ഈ ടോയ്ലറ്റ് കാര്യങ്ങൾ നടക്കില്ല. പക്ഷേ നമ്മൾ ആ കുട്ടികളെ ആ സമയത്ത് തന്നെ ട്രെയിൻ ചെയ്ത് സ്വന്തമായിട്ട് ഈ ടോയ്ലറ്റ് പോവാനും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്താൽ ഒരു 5 വയസ്സാകുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് കുട്ടികൾക്കും. കാരണം ഒരു നഴ്സറി സ്കൂളിലോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നമ്മൾ ഈ സമയത്ത് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കൽ നിർബന്ധമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സമയത്ത് തന്നെ 3 to 5 വയസ്സ് വരെയുള്ള സമയത്ത് തന്നെയാണ്, അതായത് കുട്ടി എന്തെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യുന്നത്. സാധാരണ നമ്മളൊരു ഫ്രിഡ്ജ് തുറക്കുമ്പോൾ പോലും ഒരു ബോട്ടിലെടുത്ത് 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികൾ ഒരു ബോട്ടിലെടുത്താൽ പോലും നമ്മളെന്താ പറയുക, അത് അവിടെ വെച്ചേക്ക്, അത് കഞ്ഞിൻ്റെ കയ്യിൽ പൊട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടികളെ ഒരു നിരാശാ രീതിയിൽ. പക്ഷെ അവരെ നമ്മൾ എന്ത് ചെയ്താലും അവർ സ്വയം ചെയ്യാനുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കും. കാരണം ഒരു ബോട്ടിൽ എടുത്തുകൊണ്ട് അവർ കൊണ്ടുവരട്ടെ, എന്നിട്ട് നമുക്ക് ഒരു അപ്രീഷിയേഷൻ കൊടുക്കാം. കാരണം അവർക്ക് അത് ചെയ്യാനുള്ള ഒരു എനർജറ്റിക് ഉണ്ടാവും. അവിടെ ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മൾ നടക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വീട്ടിലെ പല കാര്യങ്ങളും നമ്മളൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നത് അവരെ ഹെൽപ്പ് ചെയ്യാൻ അവരെ കൂടെ കൂട്ടുക, ചെറിയ ചെറിയ കുട്ടികളെ. കാരണം എന്താ, അവരെ മാനസികമായിട്ടുള്ള, കാരണം അവർ പഠനത്തിലേക്കൊന്നും പോകാനായിട്ടില്ല, ആ സ്റ്റേജ് അല്ലത്. പക്ഷെ വീട്ടിൽ കണ്ടുവരുന്ന നമ്മുടെ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ഉണ്ടാവും ഈ പല മാറ്റങ്ങളുണ്ടാവും. അതേപോലെ തന്നെ ഈ വീട്ടിലൊക്കെ പല ആൾക്കാരും വരുന്ന സമയത്ത് സോഷ്യൽ ഇന്ററാക്ഷന് ചില കുട്ടികൾ വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരിക്കും, ഒച്ചപ്പാടും ബഹളവും ഒക്കെ കയറാത്ത സ്ഥലങ്ങളിൽ. പക്ഷെ വീട്ടിൽ അറിയാത്തല്ലേ, കുടുംബത്തിൽ ഒരാൾ വന്നാൽ അവർ ബാക്കോട്ട് പോകുന്ന ഒരു ഇതുണ്ടാവും. ആ സമയത്ത് നമ്മൾ ഈ കുട്ടിയെ എന്തുകൊണ്ട് പബ്ലിക്കിലല്ല, നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരെ പോലെ അവരെ പോലെ സംസാരിച്ച് മറ്റു ആൾക്കാരെ പരിചയപ്പെടുത്തി തന്നെ കൊണ്ടുപോകും. കാരണം നമ്മൾ അവിടെ പറയത് അവള് വീട്ടിൽ ഭയങ്കര കച്ചറയാണ്, പക്ഷെ പുറത്തിറങ്ങി അങ്ങനെ ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് ഒരിക്കലും പറയാൻ കാട്ടില്ല. പുറത്തും കുട്ടി ഭയങ്കര ആക്റ്റീവാണ്, ഇന്നിപ്പോൾ എന്ത് പറ്റിയാവോ എന്ന് പറയും. അങ്ങനെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി കുറച്ചുകൂടി അതിൽ നിന്നൊരു മാറ്റങ്ങൾ ഉണ്ടാവും. ഇത് ഞാൻ പല കേസുകൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ പല ആക്ടിവിറ്റീസും ഉണ്ടാവും വീടുകളിലൊക്കെ. അന്നപ്പോൾ ഈ ഒറ്റക്കെട്ട് നമ്മൾ ഗ്രൂപ്പ് തെറാപ്പി അല്ല ഗ്രൂപ്പ് ഡിസ്കഷൻ
കുട്ടികൾക്ക് ഒരു ചെറിയ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ ഗ്രൂപ്പിൽ കളികളൊക്കെ വെച്ച് അവരെ ലീഡറാക്കി, അങ്ങനത്തെ ബാക്ക്വേർഡ്നെസ് ഉള്ള കുട്ടികളാണെങ്കിൽ, കുറച്ച് ഷൈ ഉള്ള കുട്ടികളാണെങ്കിൽ അവരെ ലീഡറാക്കി ചെറിയ ചെറിയ ഗെയിമിലൂടെയൊക്കെ അവരെ നമുക്കൊരു എനർജറ്റിക് ആക്കാൻ കിടക്കും. പിന്നെ അതേപോലെ ഞാൻ ഒരു അടുത്ത സ്റ്റേജാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഒരു 5 to 12 അല്ലെങ്കിൽ 4 to 10 ആ സ്റ്റേജ് ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഒരു ഡെവലപ്മെന്റ് നടക്കുന്ന സമയമാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ ഇന്ററാക്ഷൻ പ്രധാനമായിട്ട് നടക്കുന്ന ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ. അതിൽ സ്കൂളിലൊക്കെ പോകുന്ന സമയമാണെങ്കിൽ സ്കൂളിൻ്റെ പരിസരങ്ങളിൽ, അതുപോലെ പിന്നെ നമ്മുടെ ഫാമിലിയിൽ ബന്ധമുള്ള ആളുകളുമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കൽ. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ഈ 3-4 വയസ്സുള്ള സമയത്ത് തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ഈ കുടുംബത്തിലല്ലാത്ത ആളുകളെ, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പുറമെ വീട്ടിലൊക്കെ വരുമല്ലോ നമ്മൾ അയൽവാസി, അവർ ഒരിക്കലും ചെറുപ്പത്തിലെ അങ്കിള് ആൻറ്റി പിന്നെ അങ്ങനത്തെ ഒന്നും നമ്മൾ വിളിപ്പിച്ച് ശീലിക്കരുത്. കാരണം എന്താ പറയുക, അവരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർ നമ്മളെ പുറമുള്ള ആൾക്കാരെ വിളിച്ച് ശീലിക്കുമ്പോൾ, കാരണം ഇവരും നമ്മുടെ ഫാമിലി റിലേറ്റീവ് ആണ്, പിന്നെ അവരെ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കണക്ഷൻ അവർക്കുണ്ടാവും. കാരണം പിന്നീടാണ് ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞ സംഭവം പിന്നീട് അതിലേക്ക് വരും. കാരണം ഇവരെങ്ങനെയാണ് തൊടുന്നത്, എങ്ങനെയാണ് പിടിക്കുന്നത് കുട്ടിക്ക് മനസ്സിലായത്. കാരണം ഈ റിലേഷൻഷിപ്പ് പണ്ടേ ഉണ്ടാക്കി വീട്ടുകാരുണ്ടായിക്കൊണ്ട് അത് ആൻറ്റിയാണ്, അത് അങ്കിളാണ്, അതിലൊക്കെ നമ്മൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കാം. അത് ഇന്ന അയൽവാസിയാണ്, അത് ആ കുടുംബത്തിലുള്ള ആളാണ്, കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ളത്. പിന്നെ അതിൽ ഈ കുട്ടിക്ക് നമ്മളെ മക്കൾ എല്ലാ കാര്യത്തിലും വിജയിക്കണം, പിന്നെ എല്ലാത്തിലും മാർക്ക് വേണം, മറ്റേത് അങ്ങനെയൊക്കെ പല രീതിയിൽ ചിന്തിക്കാറ്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാറ്, അവർ തോറ്റു പഠിക്കട്ടെ, പല കാര്യങ്ങളും അവരെ തോൽക്കണം. കാരണം എന്താ പറയുക, പിന്നീട് ഒരു സിറ്റുവേഷനും വരുമ്പോൾ ലൈഫിൽ ഏറ്റവും നിർണായക ഘട്ടത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഘട്ടത്തിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് അവർ ഡിപ്രഷൻ, സൂയിസൈഡ് എന്ന കാര്യങ്ങളിലേക്ക് എത്തും. ഉദാഹരണമായിട്ട് ഈ ലവ് അഫെയർ ഒക്കെ വരുന്ന സമയത്ത് 18-19 വയസ്സുള്ള കുട്ടി, കാരണം അവർ വീട്ടിൽ ചെറുപ്പത്തിൽ എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇവർക്കൊരു നിർണായക ഈ സമയത്ത് ഇവർക്ക് അതിലേക്ക് ഒരു നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനം എടുക്കാൻ അവർക്ക് കഴിയില്ല. അത് മാത്രമല്ല, പിന്നെ ജോലി സമയത്ത് ഏത് ജോലി സെലക്ട് ചെയ്യണം എന്ന് പറ്റാത്ത ഒരവസ്ഥ. കാരണം ഒരു ഏജ് വരെ, അഡോളസെന്റ് വരെ കുട്ടികളെ നല്ലോണം നിർഭയം വീട്ടിലിരുത്തി പഠിപ്പിച്ച് എല്ലാം റെഡിയാക്കി ഒക്കെ ശരിയാക്കി കൊടുത്തു. പക്ഷെ അതിലേക്ക് നല്ലതും ചീത്തയൊന്നും വേർതിരിച്ച് കൊടുക്കാനുള്ള കഴിവ് അവർ കൊടുത്തില്ല. എല്ലാം കുട്ടിക്ക് നല്ലതായിരിക്കണം എന്ന ചിന്ത മാത്രം പാരന്റ് വിചാരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടിയുടെ ലോകത്തേക്ക് അവർ വിടും. നീയാണ് നോക്കേണ്ടത് നിന്റെ കാര്യങ്ങളൊക്കെ. പക്ഷെ ആ സമയത്ത് കുട്ടിക്ക് വളരെ പ്രയാസം ഉണ്ടാവും ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ. അത് ചെറുപ്പത്തിലേ നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ ഞാൻ നേരത്തെ ഇനി തിരിച്ച് പഴയതിലേക്ക് തന്നെ പോവുകയാണ്. ഈ 3 to നമ്മുടെ ഈ സംസാര വിഷയമായിട്ടാണ് ഈ ലാംഗ്വേജിലേക്ക് പോണത്. സംസാര വിഷയമായിട്ട് നമ്മൾ വരുമ്പോൾ കുട്ടിക്ക് ആദ്യത്തെ ഒരു പിന്നെ 3 മാസം, ആദ്യത്തെ 0 to 3 മന്തിനുള്ളിൽ ചെറിയ ചെറിയ 3 മാസം കഴിയും, ചെറിയ ചെറിയ ശബ്ദങ്ങളെ കുട്ടി പുറപ്പിച്ചു തുടങ്ങും. അതുപോലെ കൂയി അങ്ങനത്തെ ചില സൗണ്ടുകളൊക്കെ കുട്ടി ഉണ്ടാക്കും. അതുപോലെ 6 to പിന്നെ ഈ 10-ാം മാസത്തിലാണ് ശരിക്കും കുട്ടി ചെറുതായിട്ട് സംസാരിക്കാൻ തുടങ്ങാൻ അതായത് വീട്ടിലുള്ള ചിലപ്പോൾ അമ്മത്തെ ചില വാക്കുകളൊക്കെ 6-7-8 മാസങ്ങളിൽ കുട്ടി സംസാരിക്കും. പിന്നെ ഈ 10 മാസം കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടി ശരിക്ക്, അല്ലെങ്കിൽ 1 വയസ്സിലേക്ക് അടുപ്പിച്ച്, 1 വയസ്സ് കഴിഞ്ഞ് 1.5 വയസ്സിനൊക്കെ ശരിക്കും ഒരു അർത്ഥമുള്ള വാക്ക്, അതായത് പറയുക ചിലപ്പോൾ അർത്ഥമുള്ള വാക്ക് എന്ന് പറയുന്നത് നമുക്ക് കുട്ടി പറയുക എനിക്ക് ചായ വേണം, അല്ലെ ചോറ് വേണം എന്നൊക്കെ പറയുമ്പോൾ ഒരു അർത്ഥമുള്ള വാക്ക് കുട്ടി അർത്ഥമുള്ളത് പറയുന്നത് അതാണ്, നമുക്ക് മനസ്സിലാക്കും. പക്ഷെ അതിനു മുമ്പ് ചിലപ്പോൾ ഈ കുട്ടികൾ ചിലപ്പോൾ എന്തൊക്കെയോ ഒരു സംസാരിക്കുന്നുണ്ട്, സാധാരണ നമുക്കൊന്നും മനസ്സിലാകില്ല, പല ടൂണിലായിരിക്കും അവർ. ഇത് കറക്റ്റ് 1.5 വയസ്സിൽ ചിലപ്പോൾ ഈ കുട്ടി ഇങ്ങനെ റെഡി ആവണം എന്നാണ് മെഡിക്കലിൽ പറയണത്. 1.5 വയസ്സിൽ ഒരു കുട്ടി കറക്റ്റ് ഒരു വാക്ക് പറഞ്ഞിരിക്കണം എന്ന്. അതേപോലെ തന്നെ ഈ 2-3 വയസ്സുള്ള സമയത്താണ് ഈ കുട്ടിക്ക് പൂർണ്ണമായിട്ടൊരു സംസാരത്തിന്റെ ശൈലിയിലേക്ക്, ഒരു ടോണിലേക്ക് വരിക. ചിലപ്പോൾ ഒരു കഥകളൊക്കെ പറയും, കുട്ടിക്ക് നമ്മളോട് കഥകളൊക്കെ പറഞ്ഞു തരും, ചില കഥകൾ. പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും ഏകദേശം ഒരു പകുതിയോളം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം കുട്ടി. ഈ 2 to 3 ആ സമയത്ത് കുട്ടികൾക്ക് ഏകദേശം
മെഡിക്കൽ സയൻസ് പ്രകാരം ഒരു കുട്ടി 3000 വാക്കുകൾ വരെ പറയണം എന്നാണ് കണക്ക്, ഉച്ചരിക്കണം എന്നാണ്. സാധാരണ നോർമലായിട്ട് കുട്ടി ഒരു 3000 വാക്ക് വരെ ഉപയോഗിക്കണം എന്നാണ്. കാരണം ഇപ്പോഴത്തെ നമ്മളെ കുട്ടികളൊക്കെ നമ്മളങ്ങനെ ശ്രദ്ധിക്കുക, അവരെന്തൊക്കെയോ പറയും, നമ്മൾ വീട്ടുകാരൊന്നും ശ്രദ്ധിക്കാറില്ല. കുട്ടി എന്തൊക്കെയോ പറയും, ചോദിക്കുന്നത് കൊടുക്കുന്നു. പക്ഷെ അത് കറക്റ്റായിട്ട് നമ്മൾ എന്താണ് കുട്ടി പറയുന്നത്, എന്തിനാണ് കുട്ടി എന്തിനെ കുറിച്ചാണ് പറയുന്നത്, നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ശ്രദ്ധിക്കുന്ന പാരന്റ് വളരെ റെയർ ആയിട്ടാണ് കാണപ്പെടാറുള്ളത്. പിന്നെ ഈ സമയത്ത് ഈ സമയത്ത് തന്നെയാണ് പിന്നെ സോഷ്യൽ സ്കില്ല് സമയത്ത് ആ സമയത്ത് സോറി 1 മാസം 3 മാസം സമയത്ത് ആദ്യമായിട്ട് ഈ കണ്ണിന് കാഴ്ച, അതായത് നമ്മൾ 3 മാസം കുട്ടി ഇങ്ങനെ തന്നെ ആദ്യത്തെ 3 മാസത്തിലെ കുട്ടി നമ്മൾ ഈ കണ്ണിന്റെ പോള ഇങ്ങനെ അനക്കൽ തുടങ്ങും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ കുട്ടിക്ക് കാഴ്ച ഉണ്ടോയെന്ന് ചില ഡോക്ടേഴ്സ് നോക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങോട്ടും കുട്ടിയുടെ അതുവരെ, കാരണം 3 മാസം 4 മാസം കഴിഞ്ഞിട്ട് കുട്ടിയുടെ കാഴ്ച ലക്ഷണങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ കുട്ടിയുടെ ഹോസ്പിറ്റലിൽ കുട്ടി അവിടെ ഇരുത്തിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുക. എന്നാൽ കുട്ടിയുടെ കൺപോള അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്, അനങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് കാഴ്ച ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതല്ല കുട്ടി അതേ അവസ്ഥയിൽ തന്നെ കണ്ട് കുട്ടിക്ക് കാഴ്ചയുമായി ചെറിയ ഇഷ്യൂ കാണപ്പെടാറുണ്ട്. അത് സാധ്യതകളാണ്. ചിലപ്പോൾ ചില കുട്ടികൾക്ക് 4.5 5 മാസം ആകുന്ന സമയത്താണ് ഇതിന്റെ ലക്ഷണം കണ്ടു തുടങ്ങുക. നോർമലായിട്ട് ഒരു 3 മാസം തന്നെ കാഴ്ചന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങണം എന്നാണ് പറയപ്പെടുന്നത്. കാരണം വീട്ടിൽ ഏറ്റവും കൂടുതൽ അവരുടെ അടുത്തുണ്ടായ കുട്ടിയുടെ മാതാവ് തന്നെയായിരിക്കും. അതപ്പോൾ ആ മാതാവുമായിട്ട് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഒരു അടുപ്പം ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഭാഗത്ത് തന്നെ തിരിഞ്ഞു കിടക്കുമ്പോൾ കുട്ടിക്ക് ചിലപ്പോൾ ഈ കണ്ണ് അനങ്ങുന്നത് നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല. അതുകൂടി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ കുട്ടിയുടെ സാധാരണയായിട്ട് ചില പാരന്റിന്റെ ഇടയിലുണ്ട്, കുട്ടിക്ക് മുലപ്പാൽ കിടന്ന് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ കിടന്ന് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ കൊടുക്കുന്നുള്ള സമയത്ത് കുട്ടി ഏത് ഭാഗത്താണ് കിടക്കുന്നത്, ഈ റൈറ്റ് ബ്രെയിൻ ആണ് ഈ ഭാഗത്ത് കുട്ടി നമ്മൾ ഈ ഭാഗത്ത് കൊടുക്കുകയാണെങ്കിൽ അത് അത് ഒരു ഫോൾട്ടായി മാറും. അത് കുട്ടിക്ക് ബ്രെയിനെ നല്ലൊരു പിന്നെ ഇന്റലിജൻസുമായിട്ടുള്ള ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം അത് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കുട്ടിക്ക് കിടന്നിട്ടാണ് ചിലപ്പോൾ ഡെലിവറി സമയത്ത് ഈ ഓപ്പറേറ്റ് കഴിഞ്ഞ കുട്ടി ഡെലിവറി ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇരുന്ന് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് എന്താ പറയുക, കുട്ടിയെ ഒരു 2 ഭാഗത്ത് കുറച്ച് ഈ ഭാഗത്ത് കൊടുത്താൽ ആ മാതാവ് അപ്പുറത്ത് മാറിക്കിടക്കുക. അങ്ങനെ മാറി മാറി കഴിഞ്ഞാൽ കുട്ടിയുടെ തല 2 ഭാഗത്ത് വായിക്കിട്ടും, ഒരേ ഭാഗത്ത് പൊസിഷൻ ആയി. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഈ 5-6 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്കൂൾ ടൈമിലേക്ക് കുട്ടി എത്തുമ്പോൾ ഡെവലപ്മെന്റ് സ്റ്റേജ് പ്രധാനമായിട്ടും നമ്മൾ 1-ാം വയസ്സിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല, അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ 5 to 10-12 വയസ്സ്. കുട്ടികൾ മറ്റുള്ള ഫ്രണ്ട്ഷിപ്പുമായിട്ട് സ്കൂളിൽ പോകുന്നു, അവർക്ക് ഒരു പുതിയ ലോകത്തേക്ക് വരുന്നു. അത് അവർ പലർക്കും പല ബുദ്ധിമുട്ടുകളുണ്ടാവും. ചിലർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും കുട്ടികളുമായിട്ട്. പക്ഷെ ചിലർക്ക് ആ വീട്ടിലെ സിറ്റുവേഷൻ എന്താണോ അതുമായിട്ട് പൊരുത്തപ്പെടാൻ ചിലർക്ക് കഴിയും. ഇതുമായിട്ട് പ്രധാനപ്പെട്ടത് 5-ാം വയസ്സിൽ 6-ാം വയസ്സിലൊക്കെ ഉള്ള സമയത്ത് കുട്ടികളെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻ, മറ്റുള്ള ആളുകളുമായിട്ട് കൂടുതൽ അവരെ പൊരുത്തപ്പെടാൻ പഠിപ്പിക്കുക. പിന്നെ പുറത്തുള്ള ആളുകളുമായിട്ട് എന്തെങ്കിലും, അതായത് പിന്നെ നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ സിറ്റുവേഷൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ എങ്ങനെയാണ് കുട്ടിക്ക് ഭക്ഷണത്തിന്റെ രീതി, അതുപോലെ തന്നെ ഈ ഭക്ഷണത്തിന്റെ രീതി എന്ന് പറയുന്നത് നമ്മൾ പുറമേ കുട്ടി കുറച്ചൊരു ADHD പിന്നെ ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അതൊരു ലേണിംഗ് ഡിസേബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. വീട്ടിൽ അടങ്ങിയിരിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ചെറുപ്പത്തിലേ അങ്ങനെയാണ്, 5 വയസ്സ് 6 വയസ്സ് ആ സമയത്ത് കുട്ടികൾ അങ്ങനെ കാണുകയാണെങ്കിൽ ഈ ജങ്ക് ഫുഡുകളൊക്കെ പരമാവധി ഒഴിവാക്കുക. വീട്ടിലുള്ള നല്ല ഡയറ്റിക് ഫുഡ് കുട്ടികൾക്ക് കൊടുത്താൽ മാത്രമേ ബ്രെയിനുമായിട്ടുള്ള എല്ലാ സ്കില്ലും അവർക്ക് ഉണ്ടാക്കാൻ കഴിയൂ. പിന്നെ പ്രധാനമായിട്ടും 7-ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടാകുന്ന സമയമാണ്. ഞാൻ ഒറ്റക്ക് മതി, എനിക്ക് ഞാൻ തന്നെ മതി എന്നുള്ള ഒരു ബോധം ഉണ്ടാകുന്ന സമയമാണ്. ആ സമയത്ത് അവർക്ക് അത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. ഇതൊക്കെ എത്തുന്ന കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പുറത്ത് അവരെ വിടും. പ്രത്യേകിച്ച് ആൺകുട്ടികൾ
ഇവര് വീട്ടുകാർ പറഞ്ഞാന്നും കേൾക്കില്ല. ആ സമയത്ത് നമ്മൾ ഈ കുട്ടികളെ ഓരോ സിറ്റുവേഷൻ നല്ലതാണോ ചീത്തത് ഏതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു പിന്നെ ഒരു മോട്ടോർ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ രണ്ട് ബ്രെയിനിൻ്റെയും പിന്നെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയമാണ് ഈ 1 വയസ്സുള്ളതിൻ്റെ ഉള്ളിൽ. അത് പൂർണ്ണമായും ഡെവലപ്മെൻറ്റ് 5-6. അത് ബ്രെയിനിൽ ഉണ്ടാകുന്ന രാസപ്രവർത്തനങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് എല്ലാവർക്കും നമുക്കൊരു വലിയ 25-26 വയസ്സുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുമ്പ് രാസപ്രവർത്തനം ഏകദേശം നിന്ന് പോയിട്ടുണ്ടാവും. പിന്നെ ആ ബ്രെയിനിലൊരു ഇതുണ്ടാവില്ല, ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല, പൂർണ്ണ വളർച്ചയെത്തും. പക്ഷേ ഈ ചെറിയ കുട്ടികളാകുമ്പോൾ 5-10 ആ സമയത്താണ് പൂർണ്ണ വളർച്ചയിൽ ബ്രെയിൻ എത്തുന്നത്. ആ സമയത്ത് എല്ലാവിധ ആക്ടിവിറ്റികൾ അവർ ചെയ്യാൻ ശ്രമിക്കും. അത് നമ്മൾ തളർത്താൻ പാടില്ല. നല്ലതിന് നല്ലതായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക, തെറ്റ് തന്നെ തിരുത്തി കൊടുക്കുക. കാരണം ചില കുട്ടികൾ വളരെ വാശിയുള്ള സമയമാണ് ഈ സമയം. ചില നാടൻ ഡയലോഗ് പറയാണ്, 4-ാം വയസ്സ് നട്ടപ്രാന്ത് എന്ന് പറയാറില്ലേ, അതുപോലെ ആ സമയത്ത് കുട്ടിയുടെ വാശി എന്തിനാണെന്നുള്ളത് നമ്മൾ കുട്ടിയെ ആ സമയത്ത് പറഞ്ഞ് സമാധാനിപ്പിച്ചാലും കുറച്ച് കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് നമുക്ക് എന്തായാലും പറഞ്ഞു കൊടുക്കാനുള്ള, കുട്ടി മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ആ സമയത്ത്. കുറച്ച് കഴിഞ്ഞിട്ട് ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുക എന്താണ് യാഥാർത്ഥ്യം എന്താണ്. കാരണം ഈ കുട്ടിയെ നമ്മൾ ഈ വാശി പിടിച്ച് ആവശ്യമുള്ളതൊക്കെ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് 5-ാം വയസ്സിലും 6-ാം വയസ്സിലൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ അവർ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ വായിച്ചു കൊടുക്കും. അവർ മാറിത്തരില്ല, അവർ വാശി മാറൂല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ, ആ സമയത്ത് അവർക്ക് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഞാനിന്നൊരു പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതുമായിട്ട് എന്തെങ്കിലും, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒരുപാട് ചോദിക്കാനുണ്ടാവും, കുട്ടികളുമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയ ഡിസ്കഷനിലേക്ക് പോകാമല്ലേ സൈസ് സാർ? ഓക്കെ, ആ രീതിയിലേക്ക് പോകാം. അതായിരിക്കും നല്ലത്. അതെ, തീർച്ചയായിട്ടും. ഇവിടെ ഇപ്പോൾ കുട്ടികളുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പ്രീനാറ്റൽ മുതൽ, അതായത് ഗർഭകാലം മുതലുള്ള കാര്യങ്ങൾ ഇവിടെ സാറോട് അവതരിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ അതിന്റെ ഒരു 4-ാമത്തെ സ്റ്റേജ് ഒക്കെ, 4-ാമത്തെ വയസ്സിലെ സ്റ്റേജ് പിന്നെ വരെയുള്ള കാര്യങ്ങൾ ഇവിടെ 4-5 ആ സ്റ്റേജിലേക്ക് വരെയുള്ള കാര്യങ്ങൾ ഇവിടെ സാറിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ സാറിവിടെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഒബ്വിയസ്ലി ഉണ്ടാകും. ആ സംശയങ്ങൾ നിങ്ങൾക്ക് ഉയർത്താവുന്നതാണ്. സോ അതിനുവേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. സാർ, ഈ പാല് കൊടുക്കുന്ന സമയത്ത് കിടന്നു കൊടുക്കാന്ന് പറഞ്ഞല്ലോ, അത് യെസ്. അതിന് എന്തോ പറഞ്ഞു, അതെന്താന്ന് വ്യക്തമായിട്ട് മനസ്സിലായില്ല. പാല് കൊടുക്കുന്ന സമയത്ത് അതായത് ഈ കിടക്കുന്ന വലത് ഭാഗത്താണ് കിടക്കുന്നതെങ്കിൽ വലത് ഭാഗത്തുള്ള ബ്രെയിനാണ് കുട്ടിയൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് പിന്നെ ഈ പഠനവുമായിട്ട് എന്തെങ്കിലും സ്കില്ലുമായിട്ടുള്ള ബന്ധപ്പെട്ടത് റൈറ്റ് ഇത് ബ്രെയിനാണ്. ആ സമയത്ത് ആ ഭാഗം നിങ്ങൾ വെച്ച് കിടക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ കുട്ടിയുടെ ബ്രെയിൻ ഇങ്ങനെ അത് തളർന്നു പോവുകയാണ്. ഒരു ഭാഗത്ത് തന്നെ വെച്ച് പാല് കൊടുക്കുമ്പോൾ അവിടെ ഒരു ഡെവലപ്മെന്റ് നടക്കില്ല. അതുകൊണ്ടാണ് ഈ മെഡിക്കൽ കണ്ടീഷനിൽ പറയുന്നത് ഒരേ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഒരിക്കലും പാല് കൊടുക്കരുത്. കാരണം പിന്നീട് ആ കുട്ടിക്ക് ഉണ്ടാവുന്ന പല ബ്രെയിനുമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം ഈ 6-7 വയസ്സാകുമ്പോൾ കുട്ടി പഠനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ കുട്ടിക്ക് ഒന്നും ചിലപ്പോൾ, ഞാനിപ്പോൾ അടുത്ത കാലം ഒരു ഉദാഹരണം, ഒരു റെമഡിയേഷൻ നടത്തിയ സമയത്ത് കുട്ടി 7-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ കുട്ടിക്ക് പിന്നെ 7-ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയമാണ്, അത് പ്രത്യേകിച്ച് ഓർക്കാം. കുട്ടിക്ക് പേര് എഴുതാൻ അറിയാം, പക്ഷെ മുഹമ്മദ് സാബിത്ത് എന്നാണ് കുട്ടീൻ്റെ പേര്. പക്ഷെ ഞാൻ സാബിത്ത് മുഹമ്മദ് എന്ന് തിരിച്ചെഴുതിയപ്പോൾ കുട്ടിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അന്നപ്പോൾ ആ കുട്ടിക്ക് 7-ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം, നിങ്ങൾ ആലോചിക്കണം, 7-ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയാണ്. കാരണം എന്താ പറയുക, കുട്ടിയുടെ ആ പാരൻറ്റിനോട് ചോദിച്ചപ്പോൾ ഞാൻ പ്രീവിയസ് ഹിസ്റ്ററി, അതായത് ഈ കുട്ടി ജനിച്ച അന്ന് മുതലുള്ള പ്രീവിയസ് ഹിസ്റ്ററി അന്വേഷിച്ചപ്പോൾ കുട്ടിക്ക് ബർത്ത് സമയത്ത് പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷെ അതിനുശേഷം പറയും, ഞാൻ ഈ കിടന്നിട്ട് തന്നെ ഈ പാല് കൊടുക്കാറ്. അന്നപ്പോൾ ഈ പാല് കൊടുക്കുന്ന സമയത്ത് കുട്ടി ഒരു ഭാഗം തന്നെ ചെരിഞ്ഞ് കിടക്കും. അപ്പോൾ ആ ചെരിഞ്ഞ് കിടക്കുന്ന പാല് കുടിച്ചു കഴിഞ്ഞാൽ കുട്ടി ഭയങ്കര കരച്ചിലാണ്.
അന്നപ്പോൾ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുട്ടി ഒരു ഭാഗത്ത് തലവേദനിച്ചിട്ടാവും എന്നുള്ളത്. കാരണം ആ ഡോക്ടറും കറക്റ്റ് അവർക്കൊരു ഇതിന് അവയർനെസ് കൊടുത്തിട്ടില്ല എന്താണ് ഉള്ളത് എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത് വരുന്നത് ഒരു ഭാഗത്ത് മാത്രമായി നിങ്ങൾ കൊടുക്കരുത്, രണ്ട് ഭാഗത്തായി മാറി കൊടുക്കുക. എന്നപ്പോൾ ഒരേ രണ്ട് ലെഫ്റ്റും റൈറ്റും ബ്രെയിനും ഒരേ ലെവലിൽ നമുക്ക് അവർക്കുള്ള ഡെവലപ്മെന്റ് നടക്കും. മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു സർ, മനസ്സിലായി. അടുത്ത ആരാണ്? ഹലോ സർ, നമസ്കാരം. നമസ്കാരം സർ. വീഡിയോ ഓൺ ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് നമ്മള് കുട്ടികളുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ വളരുന്ന ചുറ്റുപാടുകൾക്കനുസരിച്ചും നല്ല രീതിയിൽ ട്യൂൺ ചെയ്യപ്പെടുന്നില്ലേ? സംസാരിക്കുന്ന ആ ഒരു ടൈം ഞാൻ ആണെങ്കിലും പൂർണ്ണമായി കേട്ടില്ല. ഒന്നുകൂടി പറയാൻ പറ്റുമോ? ഒന്നുകൂടി പറയോ? ഞാൻ കേട്ടില്ല. കുട്ടികളുടെ ഡെവലപ്മെന്റ് നമ്മള് അവരെ എങ്ങനെ കെയർ ചെയ്യുന്നു അതിനനുസരിച്ചിട്ടും എങ്ങനെ അവർക്ക് കെയർ കൊടുക്കുന്നു എന്നനുസരിച്ചിട്ടും ഡെവലപ്മെന്റ് നല്ല രീതിയിലും അതുതന്നെ മോശം രീതിയിലായി മാറുന്നില്ലേ? അതുണ്ട്. പൂർണ്ണമായി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ വളർത്തുന്നത് ഒരു 80% അതുപോലെ തന്നെയാണ്. ബാക്കി 20% എൻവിറോൺമെന്റലാണ്, സാഹചര്യമാണ് ആ കുട്ടിയുടെ നല്ലതും ചീത്തയിലേക്ക് നയിക്കുന്നത്. പൂർണ്ണമായിട്ട് കാരണം നമ്മൾ പറഞ്ഞോളൂ. എന്റെ വീടിന്റെ അടുത്ത വീട്ടിലൊരു കുട്ടി സംസാരിക്കുന്നേ ഇല്ല. കാരണം പാരന്റ്സ് വർക്കിംഗ് പാരന്റ്സ് ആണ്. അവര് ഹോം നേഴ്സിനെ അവരെ വീട്ടില് ബേബി കെയറിൽ വിട്ട് ചെയ്യുന്നയാ. അവര് ഒട്ടും ഈ കുട്ടിയോട് മിങ്കിൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ അവരവരുടെ ജോലി നോക്കും, കുട്ടീനെ ഉറക്കും. ആ കുട്ടി സംസാരിക്കുന്നേ ഇല്ല. ലാസ്റ്റ് കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. ശേഷം ആ കുട്ടി സംസാരിച്ചത് ഗ്രാൻഡ് മദർ പോയി നിരന്തരം സംസാരിച്ചതിന് ശേഷമാണ് ആ കുട്ടിക്ക് സംസാരിക്കാനുള്ള ആ ഒരു കഴിവ് പോലും കിട്ടിയത്. പാരന്റ്സിന് സമയമില്ല. അപ്പൊ ആ കുട്ടിയുടെ അനാട്ടമിക്കൽ പ്രോബ്ലം എന്ന് വിചാരിച്ച് ഇവര് നിന്നു. പിന്നെ മനസ്സിലായി ഇത് സൈക്കോളജിക്കൽ എഫക്റ്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടി കുറച്ചുകൂടി പഠനത്തിലും എല്ലാത്തിലും പിറകിലായി പോയിട്ടുണ്ട്. ആ ഒരു കെയർ കൊടുക്കുന്നതിനുള്ള. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാം. നമ്മൾ ഈ കുട്ടി ജനിച്ച അന്ന് മുതൽ തന്നെ 3 മാസം 4 വയസ്സ് നമ്മളെ വീട്ടിൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ കുട്ടി സൂക്ഷ്മതയോട് കേട്ടുകൊണ്ടിരിക്കും. കാരണം അതിന് സംസാരിക്കാൻ അറിയും. പക്ഷേ ഈ സൗണ്ട് 4-ാം മാസത്തിൽ പ്രകടിപ്പിച്ചു തുടങ്ങുക. ഇവിടെ ഈ കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ ഓരോ സ്റ്റേജിലും ഓരോ 3-4 വയസ്സ് 4 മാസം കഴിഞ്ഞ് നമ്മുടെ കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ നല്ലോണം സംസാരിച്ച് തുടങ്ങണം. നമ്മൾ സംസാരിക്കുന്നത് എന്താണോ അത് അവര് ബ്രെയിനിൽ ആഡ് ചെയ്ത് വെക്കും. അതേപോലെ വേറെ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ ആ സമയത്ത് മോശമായിട്ടുള്ള പിന്നെ വാക്കുകളൊന്നും ആ സമയത്ത് ഉപയോഗിക്കരുത്. അതും കുട്ടിയുടെ ഈ ബ്രെയിനിൽ ഉണ്ടാവും. കാരണം ചെറിയ കുട്ടികളെ വെച്ചിട്ട് പേരന്റ് അടി കൂടുന്നത്, അല്ലെ വേറെ കച്ചറ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ദാമ്പത്യ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് അത് കുട്ടികളെ മുമ്പിൽ, പ്രത്യേകിച്ച് 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടികളെ ആ സമയത്ത് നമ്മൾ തീരെ ഉണ്ടാവാറ്. ഒന്നുകിൽ അവരെ മാറ്റി നിർത്തുക, നിങ്ങളെ പിന്നെ മറ്റുള്ള പ്രയാസങ്ങളൊക്കെ പറയാൻ എന്ത് ബുദ്ധിമുട്ടുകളൊക്കെ സംസാരിക്കും. ഇങ്ങനത്തെ കുട്ടികൾ അവിടെ മാറ്റി വെക്കേണ്ടതുണ്ട്. ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകാൻ പാടില്ല. കാരണം ഇത് കുട്ടിയെ പിന്നീട് എപ്പോഴും നല്ലവണ്ണം ബാധിക്കും അവരെ ബ്രെയിനിലേക്ക്. പിന്നീട് എപ്പോഴോ നമുക്കൊരു നികത്താൻ പറ്റാത്തൊരു സൊല്യൂഷനിലേക്ക് അത് നമുക്ക് ആ കുട്ടിയെ ഒരിക്കലും രക്ഷപ്പെടും. ഈ കുട്ടിയുടെ സ്റ്റേജും നിങ്ങൾ പറഞ്ഞത് അത് ഏകദേശം അവിടെയാണ്. ചൈൽഡ് സൈക്കോളജിസ്റ്റിനോ പീഡിയാട്രിനോ എന്നോ കാണിക്കേണ്ട സമയം കഴിഞ്ഞു. അതൊരു അനാട്ടമിക്കൽ പ്രോബ്ലം അല്ല, അവരെ പാരന്റിൽ നിന്നുണ്ടായ സംഭവം ഒരു മിസ്റ്റേക്കാണ്, ബിഗ് മിസ്റ്റേക്ക് തന്നെ പറയാം. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു. വേറെ ആരാണ് ചോദ്യം? സർ, 3 വയസ്സായ കുട്ടിയാണ്. അവന് ഈ വാക്കുകൾ വ്യക്തമാവാറില്ല. അതായത് ഇപ്പൊ വീട് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഗിൽഡ് എന്നാ പറയുക. അങ്ങനെ അക്ഷരങ്ങളൊന്നും വ്യക്തമായി പറയാറില്ല.
ഓക്കെ. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എത്ര വയസ്സായി? 3 വയസ്സായില്ലേ? 3 വയസ്സ്. അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവേണ്ടതില്ല. 3 വയസ്സായിട്ടല്ല. എന്നാലും സംസാരിക്കുന്ന വാക്കുകളൊക്കെ പറയുന്നുണ്ടല്ലോ. അതിപ്പോ 4 വയസ്സ് നാവ് തിരിയാതെ സംസാരിക്കും. ചിലപ്പോൾ 4-4.5 വയസ്സ് വരെയൊക്കെ ഉണ്ട്. അത് നമ്മളായിട്ട് ആ ട്യൂണ് നമ്മളായിട്ട് സംസാരിച്ച് മാറ്റേണ്ടതാണ്. അല്ലാണ്ട് സംസാരത്തിന് വിഷയങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല, എല്ലാം നന്നായിട്ട് മനസ്സിലാവും. ആ, എന്നാ പ്രശ്നങ്ങളൊന്നും വ്യക്തമായിട്ട് ഉണ്ടാവില്ല. മനസ്സിലാവും. അത് എല്ലാം ചിലപ്പോൾ ഒരു മനസ്സിലാവും. 3.5-4 വയസ്സ് വരെ ഉണ്ടാവും. നാവ് തിരിയാതെ സംസാരിക്കും പോലെ, അല്ലെ ചില അക്ഷരങ്ങൾ പിന്നെ കിട്ടാത്ത പോലെ. താക്ക് ച എന്ന് പറയുക, കാക്ക് മാ എന്ന് പറയുക, അങ്ങനത്തെ അത് നമ്മൾ മറ്റുള്ളവർ കേൾക്കുന്നത് കൊണ്ടാണ്. ചിലപ്പോൾ അതേപോലെ മറ്റുള്ള കുട്ടികൾ, ചെറിയ കുട്ടികൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെന്നൊക്കെ കേട്ട് പഠിച്ചതായിരിക്കും. അല്ലാണ്ട് അവർ സ്വയമായിട്ട് വരുന്നതല്ല. അത് ഓട്ടോമാറ്റിക് മാറും. അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ പ്രീ സ്കൂള് LKG UKG ഒക്കെ സമയത്താകുമ്പോൾ അവർ മറ്റുള്ള കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് റെഡി ആവേണ്ടതാണ്. അത് കഴിഞ്ഞിട്ടും 1-ാം ക്ലാസ് 2-ാം ക്ലാസ് ലെവലിൽ അതേ പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കൗൺസിലറെ കുട്ടിക്ക് കൊടുക്കാം. ഒരു ബിഹേവിയർ തെറാപ്പിയെ കൊടുത്ത് കുട്ടി റെഡിയാക്കാം. ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ അല്ല. ഹലോ സാർ. താങ്ക് യു. പറഞ്ഞോളൂ. ഹലോ സാർ, ഞാൻ സജിതയാണ്, പറഞ്ഞോളൂ തൃശ്ശൂർ. സജിത. അതെ, എന്റെ കുട്ടി ചെറുപ്പം മുതൽ ഒരു വയസ്സിന് മുമ്പേ തന്നെ സംസാരിച്ചിരുന്ന കുട്ടിയാണ്. നല്ലവണ്ണം സംസാരിക്കും. അപ്പൊ മോൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഇരുന്നുകൊണ്ട് ആള് LKG UKG ഒക്കെ കവർ ചെയ്ത് പോയ നല്ലൊരു ഫ്ലുവന്റ് ആയിട്ട് സംസാരിച്ചിരുന്നതാണ്. ഇപ്പൊ ആൾക്ക് 4 വയസ്സ് മുതൽ ആള് സംസാരിക്കുമ്പോ ഭയങ്കര വിക്കല്, ലാഗ്. അത് കുട്ടിക്ക് എന്തെങ്കിലും ഫോബിയാസ്, എന്തെങ്കിലും പേടി ഉണ്ടായിട്ടുണ്ടോ? അത് പേടിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഭയങ്കര ലേഗ് വരെ സംസാരിക്കുമ്പോ ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. വീട്ടിൽ എന്തെങ്കിലും കുട്ടിക്ക് പേടി എന്തെങ്കിലും ഉണ്ടോ? ചില കുട്ടിക്ക് വീടുകളൊക്കെ പേടിയുണ്ടാവും. രാത്രി പുറത്തിറങ്ങാൻ, അല്ലെങ്കിൽ പുറത്ത് അന്യരെ കാണുമ്പോൾ ചെറിയ പേടികൾ, അല്ലെങ്കിൽ റൂമിൽ നിന്ന് അങ്ങോട്ട് പോകാനുള്ള അങ്ങനെ കുട്ടി വീട്ടിൽ ആര് വന്നാലും എല്ലാവരായിട്ട് നല്ലതായിട്ട് മിങ്കിൾ ചെയ്യുന്നതാണ്. ഇപ്പൊ പുറത്തുനിന്ന് ആര് വന്നാലും ആൾക്ക് അങ്ങനെ ഒരു ഭയമൊന്നുമില്ല. അവര് അങ്കിൾ ആന്റി എന്ന് വിളിക്കുക, അല്ലെങ്കിൽ മാമ എന്ന് വിളിച്ച് അവരായിട്ട് പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു കുട്ടിയായിരുന്നു. ഇപ്പൊ ആരോടും അങ്ങനെ സംസാരിക്കില്ല കുട്ടി. വീട്ടിലാരെങ്കിലും വന്നു കഴിഞ്ഞാല് ഓൾറെഡി മൊബൈലിൽ ഗെയിം കളിക്കുക, അങ്ങനെ ആൾക്ക് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കണം. എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഇൻസെൻസ്, ഒരു ഫോബിയാസ്, ഒരു പേടി എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവും. എന്തെങ്കിലും പുറമെ ആളുകളോട്, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും. നിങ്ങൾ എന്തായാലും ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ എന്തായാലും കാണിച്ചോളി. നേരം വഹിക്കേണ്ട. കാരണം ഒരു 4 വയസ്സായില്ലേ. അത് ചെറിയൊരു എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ഇല്ല, ഇപ്പൊ ആള് കുറച്ച് നാളായിട്ട് മൊബൈലിൽ ഗെയിം കളിക്കും. ഗെയിം അഡിക്ഷൻ അത് എല്ലാ കുട്ടികളുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെയാണെങ്കിൽ സംസാരത്തിന്റെ വിക്കും കാര്യങ്ങളും വരില്ലല്ലോ. പിന്നെ യൂട്യൂബില് ഈ ഗോസ്റ്റിന്റെ വീഡിയോകൾ കൂടുതൽ കാണും. അതുകൊണ്ട് അതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരു പേടി കുട്ടിയുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെ കുട്ടിക്ക് പേടി, നിങ്ങൾ കൗൺസിലേഴ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ പീഡിയാട്രീഷ്യന്റെ അടുത്തൊക്കെ പറഞ്ഞു അവർ പറയുകയാണെങ്കിൽ, പേടി ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെയാണ് റീസൺ പറയുകയാണെങ്കിൽ, ഞാനൊരു സൊല്യൂഷൻ പറയാം. ആ പേടിയെ നമ്മൾ ഇല്ലാതാക്കണം. അത് റിയാലിറ്റി അല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അതൊരു ഹോസ്റ്റാണ്, ഒരു ഗെയിമാണ്. അത് പിന്നെ ഇനിയിപ്പോ വീടുകളിലൊക്കെ രാത്രി കാലങ്ങളിൽ കുട്ടിക്ക് പുറത്തിറങ്ങാനുള്ള പേടി, രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ പേടിയല്ല, ആൾക്ക് പോകാൻ പേടി, അതൊക്കെ പറഞ്ഞോളൂ. അപ്പൊ ആളുടെ മൂത്ത കുട്ടി പേടിയാണെങ്കിൽ ആളോട് പറയും, നീ എന്തിനാ പേടിക്കുന്നത്, ഞാനില്ല ഇവിടെ, അങ്ങനെ പറഞ്ഞിരുന്ന ആളാണ്. ഇപ്പൊ ഈ ആൾക്കും കൂടി പേടിയായി. അത് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് എന്താണ് മനസ്സിലാക്കണം. അത് ശരിക്കും ഉള്ളതല്ല എന്നുള്ളത് ആ പാരന്റ് പറഞ്ഞ് മനസ്സിലാക്കി. ഇതൊക്കെ ഒരു വീഡിയോ ആണ്, ഇതൊക്കെ നമുക്ക് സിനിമ കാണാനാണ്. അത് കുട്ടികളെ പറഞ്ഞിട്ടൊന്നും ജീവിതത്തിൽ നടക്കൂല എന്നുള്ളത് അത് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാത്തവരുടെ കാലം ഈ കുട്ടിക്ക് എന്നും ഈ ഫിയർ ഉണ്ടാവും. അത് വലിയ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ ഒരു 12-13 വയസ്സൊക്കെ ആകുമ്പോൾ അത്
വളരെ ഫോബിയാസ്, ആങ്സൈറ്റി ഡിസോർഡർ പല രീതിയിലേക്ക് മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ കുട്ടിക്ക് പരീക്ഷാ പേടി ഉണ്ടാവും. ചെറുപ്പത്തിലുള്ള പേടികളാണ് പിന്നീട് പരീക്ഷാ പേടി. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ കൈ വിറക്കുക, ബോധം കെടുക, ഛർദ്ദിക്കുക, അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് ചെറുപ്പത്തിലുള്ള പേടി, കുട്ടികൾ പേടി ഉണ്ടെന്ന് കണ്ട ചെറുപ്പത്തിൽ തന്നെ നമ്മൾ മാറ്റിയെടുക്കണം. പ്രധാനമായിട്ടും രക്ഷിതാക്കൾ ഇതിന് ശ്രദ്ധിക്കണം, റിയാലിറ്റി മനസ്സിലാക്കി കൊടുക്കുക. താങ്ക് യു ഡോക്ടർ. സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കുട്ടിക്കാലത്തെ പേടി വിക്കിന് കാരണമാകുമോ? ഇല്ല, വിക്കിന് കാരണമാകില്ല, സാധ്യത ഇല്ല. പക്ഷെങ്കിൽ നമ്മൾ ഈ കുട്ടിക്ക് വിക്ക് എങ്ങനെയാണ്, കാരണം ഈ ഹൊറർ വീഡിയോ കാണുന്ന സമയത്ത് കുട്ടി ഒന്ന് ഞെട്ടിപ്പോയിട്ടുണ്ടെങ്കിലോ, അതാ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഫോബിയാസ് ആണ്, അത് വിക്കിന് വരാൻ സാധ്യത ഇല്ല. പക്ഷെ ഈ സമയത്ത് കുട്ടി വീഡിയോ പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി, കുട്ടിക്ക് അത് പിന്നെ വിക്കായി മാറി. അത് വിക്കല്ല, പക്ഷെ ആ കുട്ടി അത് മാത്രം ഫോളോ ചെയ്യാണ്. അത് നമുക്ക് ഒരു സ്പീച്ച് തെറാപ്പിയോ കുട്ടിയെ സംസാരിച്ച് മാറ്റിയെടുക്കാവുന്നത്. ചെറിയ വയസ്സല്ലേ, ചെറിയ കുട്ടിയല്ലേ. അതാ ഞാൻ പറഞ്ഞത്, ആ ഫോബിയ പേടിയിൽ വന്നു പോയ സംഭവമാണ്. അത് വിക്കായിട്ട് വന്നിട്ടില്ലേ. വിക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരു 6-7 വയസ്സുള്ള സമയത്തൊക്കെ ഒരു പെട്ടെന്ന് ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ആവും. കുട്ടിയൊക്കെ സമയത്ത് തന്നെ ഒരു 1, 2, 3 വയസ്സ് തന്നെ സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ കുട്ടിക്ക് അക്കാര്യത്തിൽ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ സാറ്, പറഞ്ഞോ. മാതാപിതാക്കളുടെ ട്വിൻസ് ഒരേ സിറ്റുവേഷൻ, ഒരേ ശൈലി, രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്നു, പക്ഷെ രണ്ട് സ്വഭാവമായി പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? അതായത് ഒരാൾക്ക് ഭയങ്കര ലവിങ് ആണെങ്കിൽ മറ്റയാൾ ഭയങ്കര ഹേട്ട്, അതായത് ഒരാൾ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ മറ്റൊരാൾ ഭയങ്കരമായിട്ട് വഴക്കിടുന്നത്, അതായത് ഓപ്പോസിറ്റ് സ്വഭാവമായി പോവുക. അതെ. അത് പറഞ്ഞാല് ഈ സമയത്ത്, ആ ഡെലിവറി സമയത്ത് അവർ ഇമോഷണലി കുട്ടിയുടെ മാതാവിന്റെ ഇമോഷണൽ സ്റ്റാറ്റസ് എങ്ങനെയായിരുന്നു? അതൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ? നോർമൽ ഡെലിവറി, അതൊരു ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഈ കുട്ടിയുടെ മാതാവിന് എന്തെങ്കിലും മാനസികമായ പ്രയാസം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ടിൻസ് ആണെങ്കിൽ അത് ഹാഫ് വേയിലേക്ക് പോകും. കാരണം പകുതി, കാരണം അവിടെ ഒരു ബിഹേവിയർ വരെ ചേഞ്ച് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കുട്ടിയുടെ മാതാവിന്റെ ഡെലിവറി സമയത്ത് നമ്മൾ എപ്പോഴും ഹാപ്പിനെസ് ഒരു മൂഡിലേക്ക് അവരെ കൊണ്ടുപോകണം എന്നുള്ളത്. ഇത് സാധ്യതയായിട്ടാണ് ഞാൻ പറഞ്ഞത്, ഉറപ്പല്ല. നിങ്ങൾ നാളെ പോയി പറയണ്ട ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു മെഡിക്കൽ കണ്ടീഷനിൽ ഒരു ടേം ആണത്. അതെ, മനസ്സിലായി. കാരണം അവിടെ ഒരാള് ഒരാള് ബൈക്കാതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഡെലിവറി കഴിയുമ്പോൾ അത് എഫക്ട് ചെയ്യുന്ന അർത്ഥം. കാരണം ഈ കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെ. ഒരാൾക്ക് പിന്നെ ഇങ്ങനെ ചിന്തിക്കാനും മറ്റൊരാൾക്ക് കുറച്ച് കഴിയുമ്പോൾ മറ്റൊക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ. അത് നല്ലൊരു ഇവർക്കിടയിൽ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷന്റെ ആവശ്യമില്ല. അവര് പക്ഷെ എന്താ വെച്ചാല് മാതാക്കൾക്കും പിതാക്കൾക്കും അവരെ കമ്പയർ ചെയ്യേണ്ടി വരികയാണ് തോന്നുന്നത്. പിന്നെ പഠനത്തിലൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നതാണെങ്കിൽ ഒരാൾ അത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അവരെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പിന്നീട് അവർ വളർന്നതനുസരിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അവരെ കുട്ടികളെ കമ്പയർ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് നിങ്ങൾ പാരന്റ് അവരെ ഡെയിലി വെച്ച് നിങ്ങൾ നീ അവൻ പഠിക്കുന്നുണ്ടല്ലോ ഇവൻ പഠിക്കുന്നില്ല എന്നുള്ള. എത്ര വയസ്സായിട്ടുണ്ട് കുട്ടികൾക്ക്? ഇപ്പൊ 5 വയസ്സ് കഴിഞ്ഞു, 5-6 വയസ്സ്. അപ്പൊ പക്ഷെ സ്വഭാവം ഈ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് നീ എങ്ങനെയാണ് ഇങ്ങനെ എന്നുള്ള ചോദ്യമൊക്കെ. അത് പ്രത്യേകിച്ച് നിങ്ങളെ ഭാഗത്ത് കുടുംബത്തിലെ നിങ്ങളെ ആളുകളൊക്കെ ചോദ്യങ്ങൾ ഇങ്ങനെ 2 കുട്ടികളെ മുമ്പിൽ ചോദ്യങ്ങൾ ഒഴിവാട്ടെ. നിങ്ങളിപ്പോ തന്നെ പറഞ്ഞല്ലോ നീ എന്താ എങ്ങനെയാന്ന് ചോദിച്ചില്ലേ. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കി ഈ പ്രായത്തില്. കാരണം അവര് മനസ്സിലത് വല്ലാത്ത ഇമോഷണൽ ആയിട്ടൊരു ഇമ്പാക്ട് ഉണ്ടാക്കും. പിന്നെ ഒരാള് നല്ലോണം കോമൺലി ഫാമിലിയിൽ അവർ തരുന്നത് എന്തുകൊണ്ട്? കാരണം ഒരേ ഡെലിവറി ഒരേ എഫക്റ്റീവ്, പക്ഷെ രണ്ട് എന്നുള്ള ആ ഒരു സംശയമാണ് നിലനിൽക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളത്. അല്ല അതെ, കളറിലോ രൂപത്തിലോ വ്യത്യാസം വല്ലതും ഉണ്ട്? ഇല്ല, ഏകദേശം ഒരേ റേഞ്ചാ. അല്ല, ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബിഹേവിയറൽ ഫോർമേഷൻ എന്ന് പറയുന്നത് കേവലം ജനറ്റിക്കൽ മാത്രമല്ല, ബയോളജിക്കൽ മാത്രമല്ലല്ലോ, എൻവയൺമെന്റ് കൂടിയിട്ട് അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പൊ നേരത്തെ ഇവിടെ സജിത മാം പറഞ്ഞു, നമ്മൾ മൊബൈൽ കാണുന്ന ഒരു കുട്ടിയും മൊബൈൽ കാണാത്ത കുട്ടിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ ഇതില് മൊബൈലിൽ ഇവർ എന്താണ് കാണുന്നത്?
അപ്പോൾ മുമ്പ് ഞാനൊരു കുട്ടീനോട് പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ രക്ഷിതാവ് പറഞ്ഞത് ഈ കുട്ടി പിന്നെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളറിന് കയറി പിടിക്കുന്നതാണ്. അതിവിടെ ഉപ്പയാണോ ഉമ്മയാണോ അതല്ലെങ്കിൽ ആരാണോ കൂട്ടുകാരാണോ നോക്കില്ല. അപ്പോൾ അവസാനം അത് ചോദിച്ചു വന്ന സമയത്ത് കുട്ടി ഏറ്റവും കൂടുതൽ കാണുന്നത് വയലൻസ് ആയിട്ടുള്ള സിനിമകളാണ്. അതായത് ഇടിക്കുന്നത്, ഷൂട്ട് ചെയ്യുന്നത്. അപ്പോ ഇതിപ്പോ ഈ ഇരട്ട കുട്ടികളാണെങ്കിൽ പോലും ഇതിൽ ഒരു കുട്ടി എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ റിസർച്ച് ചെയ്യണം. ഈ കുട്ടി എന്താണ് കാണുന്നത്. അപ്പോ ഒബിയസ്ലി ഈ കുട്ടി ജനറ്റിക്കൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഈ കുട്ടി കാണുന്നതിനനുസരിച്ചിട്ടാണ് ബിഹേവ് ചെയ്യുക. മറ്റേ കുട്ടി ചിലപ്പോ പക്ഷെ ഇത് കുഞ്ഞിലേ ഉണ്ട്, കുഞ്ഞു മുതലേ ഇവർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. കുഞ്ഞിലേ അത് ഫീൽ ചെയ്തിട്ടുണ്ട് രണ്ടുപേരും തമ്മിലുള്ള. കാരണം ഫീഡിങ് ടൈമിലായാലും ഒരാള് നന്നായി ഫീഡ് ചെയ്യും, അടുത്താള് ചെയ്യില്ല, വാശി പിടിച്ചോണ്ടിരിക്കും. നിർബന്ധിച്ച് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ അന്നേ ഉണ്ടായിരുന്നു കുഞ്ഞിലെ. അതുകൊണ്ടാണ് ഇത്ര ഇതായത്. കാരണം അതിനൊരു കറക്റ്റ് ആൻസർ ഇതുവരെ കിട്ടിയിട്ടില്ല എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്. കാരണം ജനറ്റിക് അല്ല എന്നുള്ളത് തന്നെയാണ് നോർമലി പറയുന്നത്. ആ ചോദ്യത്തിനൊരു കറക്റ്റ് ആൻസർ ഇതുവരെ കിട്ടിയിട്ടില്ല. ബിഹേവിയർ മോഡിഫിക്കേഷൻ തന്നെയാണ് അത് ഓട്ടോമാറ്റിക് ഒന്നിക്കലും മാറും, അല്ലെങ്കിൽ അവരെ സിറ്റുവേഷൻ ഡെയിലി റൊട്ടൈൻ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അതെ അതെ അതെ. അല്ല, അപ്പൊ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ ഒരു കുഞ്ഞിലെ സൈക്കോളജിക്കലി അവരെ സൈക്കോളജി കാണിക്കണോ എന്നുള്ള ആ ഒരു സംശയത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? കാരണം നമ്മൾ സൈക്കോളജി ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് നെഗറ്റീവായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ മിസ്ബിഹേവ് ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ കുട്ടികളെ ഡോക്ടേഴ്സോ സൈക്കോളജിസ്റ്റിനെ കൊണ്ടുപോകും. അങ്ങനത്തെ ഒന്നും കാണുന്നില്ല. ഇത് അവര് തമ്മിലുള്ള താരതമ്യാണത്. കാരണം അത് എനിക്ക് തോന്നുന്നു നിങ്ങളെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നില്ല, ഞങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. നമ്മുടെ ഫാമിലീസ് ആളുകൾ കൂടുമ്പോൾ ഒരാളെ മാത്രം നിന്റെ ഡ്രസ്സ് നന്നായിട്ടുണ്ടല്ലോ, അവനെന്താ അങ്ങനെ ചെയ്യുന്നൊക്കെ പറയും. ഇതൊക്കെ കുട്ടികളെ ബാധിക്കും മാനസികമായിട്ട്. അതൊക്കെ നമ്മൾ സാറിപ്പോ ചോദിച്ചു രണ്ടാള് കളറിൽ വ്യത്യാസം ഉണ്ടോ, അങ്ങനെ കമ്പയർ ചെയ്ത് അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല. രണ്ടാള് ഏത് ചെയ്യിക്കൂല. അല്ല, അത് എന്തെങ്കിലും ഇടയ്ക്ക് പൊതുജനത്തിന്റെ ഇടയിൽ നിന്നൊരു വേറൊരു വന്ന് കാണും. എന്തായാലും ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. താങ്ക് യു. അതേപോലെ തന്നെ ഇവിടെ ഒരു ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. 3.5 വയസ്സായ കുട്ടിയാണ്. ചിലതൊന്നും പറയുമ്പോൾ അക്ഷരം വ്യക്തമാകുന്നില്ല, ശരിയാവൂല. ഡോക്ടറെ കാണിച്ചപ്പോൾ നേരാകുമെന്ന് പറഞ്ഞു. കുട്ടിയാണ് 3.5 വയസ്സായ കുട്ടിയാണ്. ചിലതൊന്നും പറയുമ്പോൾ അക്ഷരം വ്യക്തമാകുന്നില്ല എന്നാ പറഞ്ഞത്. അത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, 3.5 വയസ്സിന്റെ കുട്ടീൻ്റെ അതേ സമയം തന്നെ. ഇനിയിപ്പോൾ അവർ പറഞ്ഞ നഴ്സറി മറ്റുള്ള കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് റെഡി ആവേണ്ടതാണ്. അത് 3.5 വയസ്സായിട്ടല്ലേ ഉള്ളൂ. നമ്മൾ അതിനു വേണ്ടി കുട്ടിയുടെ പിന്നെ ലാംഗ്വേജ് റെഡിയാക്കാൻ നിങ്ങൾ പോവണ്ട. ഓക്കെ, സോ ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? രജിത എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? രജിത മാം. സർ, ഇപ്പോ ആ ഒരു ട്വിൻസിന്റെ കാര്യം പറഞ്ഞില്ലേ, അതില് കുട്ടികളെ ശരിക്കും കുറച്ചും കൂടി വളർന്നു വരുമ്പോ ഒരു പേഴ്സണാലിറ്റി ചേഞ്ചസ് ആയിക്കൂടെ? അതുണ്ടാവും, അതും സാധ്യതയുണ്ട്. കാരണം ഈ പറയുന്ന പോലെ ഒരു എക്സ്ട്രോവേർട്ടുള്ള കുട്ടിയും ഇൻട്രോവേർട്ടുള്ള കുട്ടിയും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരുമല്ലോ, പേഴ്സണാലിറ്റി ചേഞ്ചസ് വരുമല്ലോ. അത് സാധ്യതയുണ്ട്. കാരണം അവിടെ ട്വിൻസ് ആയതുകൊണ്ട് എന്റെയൊക്കെ മക്കളെന്ന് പറഞ്ഞാല് ട്വിൻസ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇവർക്കിപ്പോ ട്വിൻസ് ആയതുകൊണ്ടല്ലേ ആ ഒരു ഡൗട്ട് വരുന്നത്. അത് ഇതിലൊരു പ്രധാനമായിട്ട് കാര്യം എന്താ അറിയോ, നമ്മൾ ട്വിൻസ് ആവുമ്പോൾ ചെറുപ്പത്തിലേ അവരെ ഒരേ രീതിയിൽ വളരും, ഒരേ ഡ്രസ്സ്, അവർക്ക് ഒരേ ഫുഡ്, ഈ പാറ്റേൺ നമ്മൾ പോകുന്നത് കൊണ്ടാണ്. ഇങ്ങനെ ട്വിൻസ് രണ്ട് ക്യാരക്ടറായി തന്നെ നമ്മൾ അവരെ കാണാം. നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളൊരു മോഡല് വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാരെ വേണ്ടിയിട്ട് ഒരേ ഡ്രസ്സ്, കുട്ടിയെ ഒരേ സ്റ്റേജിൽ വളർത്തുക, ഒരേ ഭക്ഷണം കൊടുക്കുക, ഒരേ പെന്നാണ്, ഒരേ ബുക്ക്, ഒരേ കളറ്, ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ്. ചെറുപ്രായത്തിൽ തന്നെ അവർ രണ്ട് വ്യക്തികളാണ്. അവർ ഈ ലോകത്ത് വളരേണ്ടവരാണ്. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. അത് ചെറുപ്പത്തിലേ നമ്മൾ കൊടുത്തു നോക്കുകയുള്ളൂ, ഒരു പ്രയാസം ഉണ്ടാവില്ല. അവർ രണ്ട് വ്യക്തികളായി തന്നെ അവർ ഈ ലോകത്ത് ജീവിക്കും. പക്ഷെ ഇതേ സമയത്ത് ഒരേ രീതി കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ ബിഹേവിയർ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ അതുപോലെ ബയോളജിക്കൽ പ്രശ്നങ്ങൾ പലരും പറയും.
ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ സൊല്യൂഷൻ പറഞ്ഞതാണ്. ഇപ്പൊ പലരും ഇങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഈ സ്റ്റാറ്റസും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഉള്ള കാലല്ലേ. അന്നപ്പോ അതിനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ ഒരേ രീതിയിൽ കുട്ടികളെ വളർത്തും. അത് പിന്നീടാണ് ഈ പറഞ്ഞ പരാതികളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പല റെമഡിയേറ്ററും എത്തും, പിന്നെ ഇങ്ങനെ കമ്പയർ കൗൺസിലേഴ്സ് ഒക്കെ ചെയ്തിട്ട് കൂടി വരും. അതെ അല്ല അതെ നമ്മൾ തന്നെ ചിന്തിക്കുകയാണ് ഇവര് ഇങ്ങനെ തന്നെ ആകാൻ പാടുള്ളൂ, ഒരേപോലെ തന്നെ ആയിരിക്കണം എന്ന് നമ്മളുടെ ഒരു തോട്ട്, ഒരു സ്കീമയാണ്. അപ്പോ അങ്ങനെ അല്ലാതെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നാണ് ഇതെന്തോ ഒരു പ്രശ്നമാണ് എന്ന് നമുക്ക് തന്നെ തോന്നാണ്. ഇത് ഇങ്ങനെയേ ആകാൻ പാടുള്ളൂ, ഒരാൾ എങ്ങനെയാണോ അതേപോലെ തന്നെയേ മറ്റേ ആകാൻ പാടുള്ളൂ എന്ന് ഇങ്ങനെ ഉണ്ട്. പിന്നെ മാത്രമല്ല പലയിടങ്ങളിലും അതേപോലെ പറയുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ അത് ചിലപ്പോൾ ഉള്ളതായിരിക്കണ്ട, അവരെന്നെ പറയുന്നുണ്ട് ഞാൻ വിഷമിക്കുമ്പോൾ അവർക്കും ഒരു വിഷമം ഉണ്ടാകുന്നത് പോലെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പലരും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ല സാർ, പറയാറുണ്ട്. തിരിച്ചാവണമെന്നൊന്നുമില്ല. അത് തിരിച്ചാവണമെന്നില്ല. എനിക്കും, ഞാൻ ഇവിടെ കണ്ണൂരും എന്റെ ബ്രദർ ഹൈദരാബാദിലുമാണ്. നമുക്കൊരു പനി ഇപ്പൊ ഈ ഏജിൽ പോലും, എന്റെ മോന് കല്യാണം കഴിഞ്ഞു, അപ്പൊ ഈ ഏജിൽ പോലും എനിക്കും എന്റെ ബ്രദറിനും ഒരേ സമയത്ത് പനിക്കൊക്കെ ചെയ്യും. എന്റെ മക്കളപ്പോ പറയും നിങ്ങൾ ഇത് എവിടെയോ കിടക്കുന്ന രണ്ടുപേർക്ക് എങ്ങനെയാ ഇങ്ങനെ വരുന്നത്. അതെ, അപ്പോ കണ്ടില്ലേ, അപ്പോ ഇത് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ് ഇതേ സ്ട്രെച്ചിൽ തന്നെ ആയിരിക്കണം എല്ലാവരും ഉണ്ടാകേണ്ടത്. ഇനി അഥവാ ഇനിയിപ്പോ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പനി വരുമ്പോൾ അവിടെ പനി വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നു, അപ്പൊ വേറൊരു ടീമിന് ഫീൽ ചെയ്തില്ലെങ്കിൽ അവര് തന്നെ ചിന്തിക്കുകയാണ് ഞങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതെ, അപ്പൊ അങ്ങനെ ഒരു ഫീൽ വരേണ്ട ആവശ്യമില്ല. ഡിഫറെന്റ് ആയിട്ട് തന്നെ നമ്മൾ കാണാന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇൻസ്റ്റൊക്കെയുള്ള കുറെ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ വ്യത്യാസം പല കുട്ടികളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു സ്കൂൾ നടത്തിയിരുന്നു. അപ്പൊ തന്നെ കുറെ കുട്ടികളെ പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഇവര് പറഞ്ഞ ഈ ഡിഫറൻസ് ഇത് പുതുമയുള്ള കാര്യമല്ല, പല കുട്ടികളിലും കണ്ടിട്ടുണ്ടത് ടിൻസിൽ തന്നെ. ഓക്കെ, ഗ്രേറ്റ്. സോ താങ്ക് യു രജിത മാം. സോ നമുക്ക് ഫൈസൽ സാറേ, വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്, വണ്ടർഫുൾ. ഓക്കെ, ഇത് വളരെ സാറിന് കിട്ടിയ സമയം കൊണ്ട് ഇത്രയെങ്കിലും പറയാൻ പറ്റിയല്ലോ, അതാണ്. സാറ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞത്, വളരെ പെർഫെക്റ്റ് ആണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട് സാറേ. ബിലീഫ് സിസ്റ്റം ഏത് ഏത് മുതലെയാണ് വരുന്നത് എന്നും കൂടെ പറഞ്ഞാൽ കൊള്ളാമായിരുന്നു, സമയം ഉണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പൊ തന്നെ ലേറ്റായി. വളരെ ഇൻഫർമേറ്റീവ്. ഓക്കെ, താങ്ക് യു. അതിന് നമുക്ക് പ്രത്യേക ഒരു സെഷൻ എടുക്കാം. ഏതായാലും പലരും ഒരു ടൈമിന്റെ ആക്കിയിരിക്കല്ലോ, ഒരു മണിക്കൂർ, ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് ഒരു ക്ലാസ്സുകൾ ഒരുപാട് വരാറുണ്ടല്ലോ ഈ വിംബിളിന്റെ കീഴിൽ. നമുക്ക് ഇനി ഒരു ക്ലാസ് കൂടി എടുക്കാം. ഓക്കെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും. അപ്പോ നമ്മുടെ നിസാവ് സാറിന്റെ അടുത്ത ഒരു സെഷൻ എന്തായാലും ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഉണ്ടാകും. അപ്പൊ നമ്മുടെ വിംബിൾ അക്കാദമിയുടെ ഗ്രൂപ്പിൽ നമ്മൾ ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കും. സോ ട്രെയിനേഴ്സ് ടോക്ക് എല്ലാ ദിവസവും നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനേഴ്സ് നമ്മുടെ അക്കാദമിയുടെ കീഴിൽ ട്രെയിനിങ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തവരാണ് നമ്മളുടെ ഈ ഒരു ട്രെയിനേഴ്സ് ടോക്കിലേക്ക് പ്രസന്റേഴ്സ് ആയിട്ട് കടന്നു വരുന്നത്. അപ്പൊ നാളെ നമുക്ക് പിന്നെ ഇതേ സമയത്ത് തന്നെ 7 മണിക്ക് തന്നെ ഒരു സെഷൻ ഉണ്ട്. ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ പബ്ലിക് സ്പീക്കിംഗ്. ആതിക ജാസ്മിൻ എന്നുള്ള ഒരു ട്രെയിനറാണ് നമുക്ക് നാളെ ക്ലാസ് നൽകുന്നത്. സോ എല്ലാവരും നമ്മുടെ സെഷനുകളിൽ ഉണ്ടാവുക. ഇന്നത്തെ സെഷൻ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്ത നിസാവ്, ട്രെയിനറും സൈക്കോളജിസ്റ്റും അതേപോലെ തന്നെ റെമഡിയൽ ട്രെയിനറും കൂടിയിട്ടാണ്. വളരെ സന്തോഷമുണ്ട്. വളരെ പ്രസക്തമായിട്ടുള്ള രീതിയിൽ തന്നെ വിഷയം അവതരിപ്പിച്ചു. അതേപോലെ തന്നെ പാർട്ടിസിപ്പൻസ് അവരുടെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചോദിച്ചു. നല്ല ഇന്ററാക്റ്റീവ് ആയിരുന്നു, നല്ലൊരു സെഷൻ ആയിരുന്നു. സോ എല്ലാവർക്കും സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. സോ നാളെ 7 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. സോ ബൈ ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു വെരി മച്ച്.